നമസ്കാരം. ശ്രീറാമും ശ്രീഹരിയും മാർക്ക് ഫെല്ലറും ഫാറ്റി സീതുവും ജൂവും അവിടെ അങ്ങനെ ചാങ്മാങ്ങിനൊപ്പം നിരന്നു നിൽക്കുമ്പോൾ അവർക്കെതിരെയായി ആ ഡിവൈൻ വേൾഡിലെ ഗോഡുകളും നിരന്നു നിൽക്കുകയാണ്. ഒരുപാട് സെമി ഗോഡുകളും അതുപോലെ സ്മാൾ സ്കെയിൽ ഗോഡുകളൊക്കെ അവിടെ ഉണ്ട്. അവരൊക്കെ ഈ കാഴ്ച വല്ലാത്ത കൗതുകത്തോടെയാണ് കാണുന്നത്. സെയിന്റ് വേൾഡിൽ നിന്ന് സാധാരണഗതിയിൽ അവിടേക്ക് ആരും എത്താറില്ല. ആ ഗോഡുകളുടെ ഓർമ്മയിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ് സെയിന്റ് വേൾഡിൽ നിന്ന് ആരെങ്കിലും എത്തിയിട്ടുള്ളത്. ആ ഓർമ്മകൾ പോലും ഇപ്പോൾ അവരിൽ നിന്ന് നഷ്ടമായിരിക്കുന്ന സമയത്താണ് ഇതാ സെയിന്റ് വേൾഡിൽ നിന്ന് പുതിയ അതിഥികൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൗതുകം കുറേയേറെ ആളുകൾക്കുണ്ട്. എന്നാൽ അതേ സമയത്ത് ഈ പുതിയ അതിഥികളെ ശരിക്കും ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അവിടെയുള്ള ആ സുപ്രീം കോടതികൾ. സുപ്രീം കോടതികൾക്ക് ആ ലോകത്തേക്ക് ആര് വരുമ്പോഴും അവരെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ദൗത്യമുണ്ട്, അല്ലെങ്കിൽ അവരങ്ങനെ ഒരു ദൗത്യമുണ്ടെന്ന് ധരിക്കുന്നുണ്ട്. തങ്ങളാണ് ആ ലോകത്തെ ഏറ്റവും ശക്തരെന്ന് അതിഥികളെ ധരിപ്പിച്ചില്ലെങ്കിൽ അവർ ചിലപ്പോൾ തങ്ങളെ ഉൾക്കൊള്ളാതെ വരും, തങ്ങളുടെ അധികാരത്തെ മാനിക്കാതെ വരും. അതറിയാവുന്ന സുപ്രീം കോടതികൾ അതുകൊണ്ട് തന്നെ ആ അതിഥികളെ കാര്യമായി ഒന്ന് പരീക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. ആ എൻജിയർ ടീമും അങ്ങനെ നിരന്നു നിൽക്കുമ്പോൾ ശ്രീഹരി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളോടായി ചോദിച്ചു, ശരിക്കും ഒരു സംശയം എനിക്കുണ്ട്, നിങ്ങൾക്ക് എന്റെ സംശയത്തെ ദൂരീകരിക്കാൻ കഴിയുമോ? ശ്രീഹരിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ലോർഡ് ഓഫ് കർമ്മ ശ്രീഹരിയോട് പറഞ്ഞു, എന്താണ് നിന്റെ സംശയം? നല്ല മുഴക്കമുള്ള ശബ്ദത്തിൽ ലോർഡ് ഓഫ് കർമ്മ അങ്ങനെ ചോദിച്ചതും ശ്രീഹരി ആ ഗോഡിനോട് ചോദിച്ചു, ശരിക്കും എന്താണ് ഈ പാത്ത് ഓഫ് ഹെവൻ? ശ്രീഹരി ഹോളി റീജിയനിലായിരുന്നു. ഹോളി റീജിയനിലെ ആ സദേൺ പ്ലെയിനിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീഹരി. ആ സമയത്ത് കൾട്ടിവേഷൻ മേഖലയിലുള്ള എല്ലാ ആളുകളും പരസ്പരം പറയുന്ന ഒരു പേരാണ് പാത്ത് ഓഫ് ഹെവൻ. പാത്ത് ഓഫ് ഹെവനെ അവർ കാണുന്നത് ഒരു വല്ലാത്ത അതിശയത്തോടു കൂടിയാണ്. പാത്ത് ഓഫ് ഹെവൻ ഒരു കൾട്ടിവേറ്റർ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് കടക്കുമ്പോൾ ആകാശത്ത് മേഘങ്ങളായിട്ടും മിന്നലായിട്ടും ഒക്കെ പ്രത്യക്ഷപ്പെടും. ശരിക്കും ആ മിന്നലുകളാണ് പാത്ത് ഓഫ് ഹെവനെ അവർ ഓർമ്മിപ്പിക്കുന്നത്. ശരിക്കും ആ മിന്നലുകളാണ് പാത്ത് ഓഫ് ഹെവൻ എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരിക. ആകാശത്ത് നിന്ന് അതിശക്തമായി താഴോട്ട് പെയ്തിറങ്ങുന്ന ആ മിന്നലുകൾ ആ കൾട്ടിവേറ്ററെ വല്ലാതെ പരീക്ഷിക്കും. പല കൾട്ടിവേറ്റേഴ്സും ആ മിന്നലിന്റെ പവറിനെ അതിജീവിക്കാൻ കഴിയാതെ കൊല്ലപ്പെടുന്നതും പതിവാണ്. ആ മിന്നലിനോട് മല്ലിട്ട് വിജയിക്കുന്ന ആളുകൾ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് കടക്കും. ആ കാഴ്ച സ്ഥിരമായി കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ശ്രീഹരി അന്ന് മുതൽ മനസ്സിൽ സൂക്ഷിക്കുന്ന ചോദ്യമാണ്, എന്താണ് പാത്ത് ഓഫ് ഹെവൻ എന്ന ചോദ്യം. ശ്രീഹരിക്ക് പാത്ത് ഓഫ് ഹെവൻ പിന്നീട് ഹോളി റീജിയനിൽ വെച്ച് വളരെ വ്യക്തമായി അനുഭവിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഹോളി റീജിയനിൽ ശരിക്കും ഒരു തവണ ആകാശത്ത് നിന്ന് താഴേക്ക് ആ പാത്ത് ഓഫ് ഹെവൻ പെയ്തിറങ്ങുന്ന കാഴ്ച ശരിക്കും നേരിട്ട് കാണുകയും അതിൽ ബന്ധപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് ശ്രീഹരി. അന്ന് ഷീ കുടുംബത്തിലെ ആ യോദ്ധാവിന്റെ പുറത്ത് പാത്ത് ഓഫ് ഹെവന്റെ അനുഗ്രഹം വീഴുമെന്ന് സകലരെയും കരുതിയിരിക്കുമ്പോൾ മറ്റൊരു വ്യക്തിയാണ് അന്ന് പാത്ത് ഓഫ് ഹെവൻ സെലക്ട് ചെയ്തത്. അതൊക്കെ ശ്രീഹരിയിൽ സംശയം ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. പാത്ത് ഓഫ് ഹെവൻ എങ്ങനെ ഒരാളെ സെലക്ട് ചെയ്യുന്നു? ആകാശത്ത് കാണുന്ന ആ മേഘങ്ങൾക്ക് എങ്ങനെ താഴെ ഇരിക്കുന്ന അനവധി വ്യക്തികളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റുന്നു? അതും ശ്രീഹരിയെ അലട്ടുന്ന ഒരു ചോദ്യമാണ്. ആ കാലഘട്ടത്തിലാണ് ശ്രീഹരി ഗോസ്റ്റ് വേൾഡ് സന്ദർശിക്കാൻ പോകുന്നത്. അതിനിടയിൽ അനവധി സന്ദർഭങ്ങളിൽ ഈ പാത്ത് ഓഫ് ഹെവൻ എന്ന് ഉള്ള വാക്ക് ശ്രീഹരി കേട്ടിട്ടുണ്ട്. ശ്രീഹരി തന്റെ ആ മനസ്സിലിരിപ്പ് അവതരിപ്പിക്കുമ്പോൾ ഈ സെയിന്റ് വേൾഡിലെ ശ്രീഹരിയുടെ അനുഭവം ശ്രീഹരിയുടെ മുന്നിലുണ്ട്. ആ സമയത്ത് ശ്രീഹരി മാർക്കുമായി ചേർന്ന് ഇൻവെസ്റ്റർ ഗോഡ്സിനകത്ത് കടന്നിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റർ ഗോഡ്സിനകത്ത് ഒരുപാട് ഗോഡുകളുണ്ട്. ആ ഗോഡുകളെ ശരിക്കും ആ ഇൻവെസ്റ്റർ ഗോഡ്സ് എന്നുള്ള ആ ആർട്ടിഫാക്റ്റ് അടക്കി വെച്ചിരിക്കുകയാണ്. അവരുടെ ശക്തിയെ ശരിക്കും റെഡ്യൂസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രീഹരിയുടെ മനസ്സിൽ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ട്. ശ്രീഹരിയുടെ ചോദ്യം കേട്ടതും ലോർഡ് ഓഫ് കർമ്മ ശ്രീഹരിയോട് പറഞ്ഞു, നിന്റെ ചോദ്യം ശരിക്കും യുക്തിഭദ്രമായ ഒരു ചോദ്യമാണ്. പാത്ത് ഓഫ് ഹെവൻ ഈ പ്രപഞ്ചത്തിന്റെ അവസാന വാക്കാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും കൂടിച്ചേരുമ്പോൾ എന്താണോ ഉണ്ടാകുന്നത് അതിനെയാണ് പാത്ത് ഓഫ് ഹെവൻ എന്ന് വിളിക്കുക. ആ പാത്ത് ഓഫ് ഹെവൻ കാലാകാലങ്ങളിൽ ഈ പ്രപഞ്ചം മുന്നോട്ട് പോകാനായി ചില റൂൾസും റെഗുലേഷൻസും ഉണ്ടാക്കും. ആ റൂൾസും റെഗുലേഷൻസും പാത്ത് ഓഫ് ഹെവൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളിലൂടെ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇവിടെ ഈ ഡിവൈൻ വേൾഡിൽ ആ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ഗോഡുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഞങ്ങൾ വഴിയാണ്. സെയിന്റ് വേൾഡിൽ നിങ്ങൾക്കറിയാം അത് അതാത് ഹോളി ലോഡുകൾ വഴിയാണ്. ലോവർ ലെവലിലേക്ക് കടക്കുമ്പോൾ അവിടെയും ആളുകളുണ്ട്.
അവരെ നമ്മൾ രാജാക്കന്മാരെന്നും ചക്രവർത്തിമാരെന്നും ഒക്കെ വിളിക്കും. ആ ലോവർ ലെവലുകൾ ചിലപ്പോ ഡീമൺ വേൾഡോ ഏലിയൻ റേസുകളോ ഹ്യൂമൻ റേസോ എന്തുകൊണ്ടോ ആവാം. എല്ലായിടത്തും നിയന്ത്രിക്കാൻ ആളുകളുണ്ടാവും. ആ ആളുകളുടെ നിയന്ത്രണം ശരിയായി നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ ലോകത്തിന് മുകളിലും ഒരു കവറുണ്ട്, അദൃശ്യമായ ഒരു ബാരിയർ. ആ ബാരിയറിനകത്ത് ആ ലോകത്തിന് അർഹതയുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടുള്ള ശക്തി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതൊരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടാക്കി മാറ്റുന്നതാണ്. ഏറ്റവും ലോവർ ലെവലിൽ ശക്തരായ ആരെങ്കിലും ചെന്നാൽ തന്നെ ആ ലോവർ ലെവലിലെ പവറെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് എല്ലാ സ്ഥലത്തും ബാധകമാണ്. സെയിന്റ് വേൾഡിൽ ഞങ്ങൾ എത്തിയാൽ ഞങ്ങൾക്കൊരിക്കലും ഡിവൈൻ പവർ ഉപയോഗിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ. ഈ ലോകത്തിന് മുകളിൽ ഇമോർട്ടൽ ചക്രവർത്തിമാരും ഗാർഡിയനും ഒക്കെ ഉണ്ട്. ആ ഇമോർട്ടൽ ചക്രവർത്തിമാർ ഒരിക്കലും ഇവിടെ ആ ഇമോർട്ടൽ ചക്രവർത്തിയുടെ പവർ ഉപയോഗിക്കില്ല. അതാണ് പാത്ത് ഓഫ് ഹെവൻ എൻഷുർ ചെയ്യുന്നത്. ശരിക്കും പാത്ത് ഓഫ് ഹെവൻ ഈ ലോകത്തിന്റെ ഓർഡർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ആ ലോർഡ് ഓഫ് കർമ്മ ശ്രീഹരിയോട് പറഞ്ഞത്. അത് കേട്ടതും ശ്രീഹരി അദ്ദേഹത്തോട് ചോദിച്ചു, ഈ പാത്ത് ഓഫ് ഹെവന് പുറത്ത് ഒരു ലോകമില്ലേ? ആ ചോദ്യം ശ്രീഹരി ചോദിച്ചപ്പോ ലോർഡ് ഓഫ് കർമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അതും നല്ലൊരു ചോദ്യമാണ്. ശരിക്കും ഈ ഡിവൈൻ വേൾഡിൽ ഏറ്റവും ശക്തരാകുന്ന ആളുകളെയാണ് നമ്മൾ സുപ്രീം ഗോഡുകൾ എന്ന് വിളിക്കുക. സുപ്രീം ഗോഡുകളുടെ പവർ ഈ ഡിവൈൻ വേൾഡിന്റെ മുകളിലേക്ക് എത്തുമ്പോൾ അവര് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്ത് അവരെത്തുന്നത് ഇമോർട്ടൽ വേൾഡിലേക്കാണ്. അവിടെ രണ്ട് പാത്തുകളുണ്ട്. ഒരു പാത്ത് പാത്ത് ഓഫ് ഹെവനുമായി കണക്ട് ചെയ്തിരിക്കുന്നു, മറ്റൊരു പാത്ത് പാത്ത് ഓഫ് ഹെവന് പുറത്തുള്ള പാത്താണ്. പാത്ത് ഓഫ് ഹെവനുമായി കണക്ട് ചെയ്യുന്ന പാത്തിൽ ചെല്ലുന്ന വ്യക്തിയെ നമുക്ക് ഗാർഡിയൻ എന്ന് വിളിക്കാം. ആ ഗാർഡിയനാണ് ഈ ലോകത്തെ ഈ ശൈലിയിൽ നിലനിർത്താൻ പാത്ത് ഓഫ് ഹെവനെ സഹായിക്കുക. പാത്ത് ഓഫ് ഹെവന്റെ പാതയിൽ നിന്ന് വിട്ട് പോകുന്ന ആളുകളെയാണ് ഇമോർട്ടൽ ചക്രവർത്തിമാരെന്ന് വിളിക്കുക. അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പറയുവാൻ ശരിക്കും ഞാൻ അശക്തരുമാണ്. ഡിവൈൻ വേൾഡിനകത്തുള്ള കഥകൾ പറയാനേ ഈ ലോർഡ് ഓഫ് കർമ്മയ്ക്ക് പറ്റൂ. അതിന് മുകളിലുള്ള ലോകത്തെക്കുറിച്ച്, ഗാർഡിയൻ വേൾഡിനെ കുറിച്ച്, ഇമോർട്ടൽ ചക്രവർത്തിയുടെ ലോകത്തെക്കുറിച്ച് ഒക്കെ പറയണമെങ്കിൽ അതിന് അവിടെ നിന്നുള്ള ആളുകൾ തന്നെ വേണമെന്നാണ് ലോർഡ് ഓഫ് കർമ്മ ശ്രീഹരിയോട് പറഞ്ഞത്. ശ്രീഹരിക്ക് ഈ കർമ്മ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും ബോധ്യമായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും സംശയങ്ങൾ അനവധിയാണ്. ആ സംശയങ്ങൾ തീർക്കാൻ ശ്രീഹരിക്കും തങ്ങൾക്കും കിട്ടുമോ എന്നൊരു സംശയം ഇപ്പോ മാർക്ക് ഫെല്ലർക്കുണ്ട്. അങ്ങനെ മാർക്കിന് തോന്നാനുള്ള കാരണം ആ സുപ്രീം ഗോഡുകൾ പെട്ടെന്ന് അവരുടെ ആ ബോഡി ലാംഗ്വേജ് ഒന്ന് മാറ്റിയതാണ്. ശരിക്കും അവര് ഒരു ആക്രമണ മൂഡിലേക്ക് മാറുകയാണ്. അവിടെ എത്തിയിരിക്കുന്ന ആളുകളോട് സംസാരിക്കുകയല്ല, അവരെ അറ്റാക്ക് ചെയ്യാണ് വേണ്ടെന്നുള്ള ഒരു ധാരണയിലേക്ക് ആ ഗോഡുകൾ എത്തിച്ചേർന്നു എന്ന് വ്യക്തമാണ്. ലോർഡ് ഓഫ് കർമ്മ ശ്രീഹരി ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ശ്രീഹരിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ശ്രീഹരിയോട് പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൽ എനിക്ക് താഴെയാണ് സകല വ്യക്തികളുടെയും സകല കർമ്മങ്ങളും നിലനിൽക്കുന്നത്. നിന്റെ കർമ്മഫലമാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. നിന്റെ കർമ്മം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ശരിക്കും ഞാനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അനുവാദമില്ലാതെ എത്തിയ നിന്റെ ലൈഫ് ഞാനിങ്ങ് എടുക്കാൻ പോവുകയാണ്. സെയിന്റ് വേൾഡിൽ നിന്ന് ഈ ഡിവൈൻ വേൾഡിലേക്കുള്ള ശ്രീഹരിയുടെ വരവ് ഈ ഡിവൈൻ വേൾഡിലെ ആരുടെയും അനുവാദം വാങ്ങിക്കാതെയാണ്. അത് ഒരു തെറ്റാണ്. ആ തെറ്റിന് പ്രതിഫലമായിട്ട് ശ്രീഹരിയുടെ ജീവൻ എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ ആ ലോർഡ് ഓഫ് കർമ്മ അയാളുടെ കൈയൊന്ന് അനക്കിയതും ഒരുപാട് ലോകങ്ങൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സൃഷ്ടിക്കപ്പെടുകയാണ്. ശ്രീഹരി കടന്നു വന്ന എല്ലാ ലോകവും അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയാം. ശ്രീഹരിയുടെ ജനനം, ശ്രീഹരി വളർന്നു വന്ന കാലം, അതുപോലെ ശ്രീഹരി അവിടെ നിന്ന് ഹോളി റീജിയനിൽ അതിശക്തനായി വളർന്ന് യോദ്ധാവായി മാറി ആ സതേൺ പ്ലെയിൻ കടന്ന് നോർത്തേൺ പ്ലെയിനിലേക്ക് ആ ഡെഡ് റിവർ കടന്നു പോകുന്ന രംഗം, അവിടെ ആ നോർത്തേൺ പ്ലെയിനിലെ ആളുകളുമായി ശ്രീഹരി നടത്തിയ യുദ്ധം, അതിനുശേഷം ഇതെല്ലാം ഒന്നായി ചേരുമ്പോൾ ശ്രീഹരി എല്ലാവർക്കും ഒപ്പം നിൽക്കുന്ന രംഗം, ഹോളി റീജിയനിൽ മാർക്കും ശ്രീഹരിയും തമ്മിൽ കണ്ടുമുട്ടുന്നതും അവിടെ മാർക്കിന് സപ്പോർട്ടായി ശ്രീഹരി മാറുന്നതും, അതിനുശേഷം ശ്രീഹരി ഗോസ്റ്റ് വേൾഡിൽ എത്തുന്നതും അവിടെ മാർക്കിനെ ശ്രീഹരി രക്ഷപ്പെടാൻ അനുവദിക്കുന്നതും, പിന്നീട് വീണ്ടും ശ്രീഹരി മാർക്കിനെ കണ്ടുമുട്ടുന്നതും ഇൻവെസ്റ്റർ ഗോഡ്സിൽ എത്തുന്നതുമായ എല്ലാ രംഗങ്ങളും പല തലങ്ങളായി അവിടെ ഒരു സിനിമ പോലെ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. ശരിക്കും ശ്രീഹരിയുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവിടെ ചലച്ചിത്രം പോലെ പല ലെവലായി ഉണ്ടാവുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കും മുമ്പ് ലോർഡ് ഓഫ് കർമ്മയുടെ കയ്യിൽ നിന്ന് ഒരു പ്രകാശം ആ വേർഡിലേക്ക് അതിവേഗം
ഒന്ന് പ്രവേശിക്കുകയാണ്. ശരിക്കും ഒരു ബുള്ളറ്റ് കടന്നു പോകും പോലെ ശ്രീഹരിയുടെ ലൈഫുമായി ബന്ധപ്പെട്ട എല്ലാ വേർഡിലേക്കും ആ പ്രകാശം ഇങ്ങനെ കടന്നു പോവുകയാണ്. അതിവേഗതയിൽ ആ പ്രകാശം കടന്നു പോകുമ്പോൾ ഈ രംഗത്തിന് സാക്ഷിയാകുന്ന ആളുകൾക്ക് ഒരു കാര്യം ബോധ്യമാവുകയാണ്. ആ പ്രകാശം കടന്നു പോകുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ശ്രീഹരി പതുക്കെ പതുക്കെ വലിച്ചെടുക്കപ്പെടുകയാണ്. ശ്രീഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ ഓർമ്മകളും എല്ലാ അനുഭവങ്ങളും ശ്രീഹരിയുടെ കർമ്മഫലമായി ഉണ്ടായ എല്ലാ ആക്ടിവിറ്റീസും ഒക്കെ അവിടെ ആ ലോർഡ് ഓഫ് കർമ്മ അദ്ദേഹത്തിന് ശക്തി ഉപയോഗിച്ച് വലിച്ചെടുക്കുകയാണ്. ആ പ്രകാശം കടന്നു പോകുന്ന എല്ലാ പാതകളിൽ നിന്നും ശ്രീഹരി പതുക്കെ പതുക്കെ അപ്രത്യക്ഷമായി. അങ്ങനെ എല്ലാ പ്രതലങ്ങളിൽ നിന്നും ശ്രീഹരിയെ സെക്കൻഡുകൾക്കകം വലിച്ചെടുത്തതും ലോർഡ് ഓഫ് കർമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അതിക്രമിച്ചു കയറിയ ഒരാളെ താൻ അവസാനിപ്പിച്ചു എന്ന് ലോർഡ് ഓഫ് കർമ്മ മനസ്സിൽ കരുതി പുഞ്ചിരിക്കുമ്പോൾ ലോർഡ് ഓഫ് ഫെയ്റ്റ് ലോർഡ് ഓഫ് കർമ്മയോട് പറഞ്ഞു, അവൻ അവസാനിച്ചില്ലല്ലോ. അത് ഒരു സ്റ്റേറ്റ്മെന്റും അതേസമയം ഒരു ഓർമ്മപ്പെടുത്തലുമാണ്. ശ്രീഹരിയുടെ എൻറ്റയർ വേൾഡിനെയും ഒരൊറ്റ പ്രകാശം വഴി വലിച്ചെടുത്ത് തന്നിലേക്ക് ആവാഹിച്ച ലോർഡ് ഓഫ് കർമ്മ അത്ഭുതത്തോടെ ആ കാഴ്ച കണ്ടു. ശ്രീഹരി അവിടെ അതുപോലെ തന്നെയുണ്ട്. ശ്രീഹരി ശരിക്കും ആ എല്ലാ വേൾഡിലും ലോർഡ് ഓഫ് കർമ്മയെ കബളിപ്പിച്ചുകൊണ്ട് ക്ലോണുകൾ സൃഷ്ടിച്ചിരിക്കുകയായിരുന്നു. ആ ക്ലോണുകളെയാണ് യഥാർത്ഥത്തിൽ കർമ്മ തകർത്തിരിക്കുന്നത്. ക്ലോണാണോ യഥാർത്ഥ വ്യക്തിയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഗോഡായ തനിക്ക് പറ്റിയില്ല എന്ന യാഥാർത്ഥ്യം ലോർഡ് ഓഫ് കർമ്മ അമ്പരപ്പോടെ തിരിച്ചറിയുകയാണ്. ശരിക്കും ആ അമ്പരപ്പ് അവിടെയുള്ള മറ്റു സുപ്രീം ഗോഡുകൾക്കുമുണ്ട്. ഈ കാഴ്ച കൗതുകത്തോടെ കണ്ടു നിൽക്കുകയാണ് ശ്രീറാം. ശ്രീറാം അമ്പരം നിൽക്കുന്ന ആ ലോർഡ് ഓഫ് കർമ്മയും ലോർഡ് ഓഫ് ഫെയ്റ്റിനെയും ഒന്ന് നോക്കുമ്പോഴേക്കും അവിടേക്ക് ആ ലോർഡ് ഓഫ് ഡാർക്ക്നെസ് എത്തി. ലോർഡ് ഓഫ് ഡാർക്ക്നെസ്സും ശ്രീറാമും തമ്മിൽ നേരത്തെ ഒരു ഫൈറ്റ് നടന്നതാണ്. ആ ലോർഡ് ഓഫ് ഡാർക്ക്നെസ് പെട്ടെന്ന് തന്റെ കൈകളൊന്ന് അനക്കിയതും അതിശക്തമായ ഒരു ഇരുട്ട് ആ നിമിഷത്തിൽ ശ്രീറാമിനും ലോർഡ് ഓഫ് ഡാർക്ക്നെസ്സിനും ഇടയിലുണ്ടാവുകയാണ്. ശരിക്കും ആ ഇരുട്ട് ആ ലോർഡ് ഓഫ് ഡാർക്ക്നെസ്സിന്റെ ഒരു പ്രത്യേക സൃഷ്ടിയാണ്. പക്ഷെ ആ നിമിഷത്തിൽ ലോർഡ് ഓഫ് ഡാർക്ക്നെസ്സിന്റെ പവറിനെ അതിജീവിക്കുന്ന ശൈലിയിൽ ശ്രീറാം അവിടെ തന്റെ റാഷമോൺ ആക്ടിവേറ്റ് ചെയ്തു. അതിശക്തമായ ഒരു ചുഴിയായി ആ റാഷമോൺ ആക്ടിവേഷൻ ആകുമ്പോൾ ലോർഡ് ഓഫ് ഡാർക്ക്നെസ് ആ നിമിഷം ശ്രീറാമിന്റെ റാഷമോണിലേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ്. ശരിക്കും ഒരു ഗോഡിനെ റാഷമോൺ വിഴുങ്ങുമെന്ന് സ്വപ്നത്തിൽ പോലും മാർക്ക് ഉൾപ്പെടെ ആരും കരുതിയിരുന്നല്ല. പക്ഷെ ആ കാഴ്ചയാണ് അവിടെ ആ നിമിഷത്തിൽ സകലരും കാണുന്നത്. യുദ്ധം അതിൻ്റെ അടുത്ത ലെവലിലേക്ക് കടക്കുകയാണെന്ന് ഒരു യാഥാർത്ഥ്യം മനസ്സിലായതും ബാക്കിയുള്ള സകല ഗോഡുകളും ഒന്നിച്ച് ആ ടീമിനെതിരെ അവരുടെ അതിശക്തമായ പവറുമായി യുദ്ധം ആരംഭിച്ചു. സെയിന്റ് വേൾഡിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ആളുകളുടെ ശക്തി സ്വാഭാവികമായിട്ടും സുപ്രീം പവറുള്ള ആ ഗോഡുകൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. ആ ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ആ വിശ്വാസം അവർക്ക് തിരുത്തേണ്ടി വന്നു. ശ്രീഹരിയും ശ്രീറാമും അമ്പരപ്പിക്കുന്ന ഒരു വേഗതയിൽ അവരുടേതായ ഒരു വേൾഡ് അവിടെ സൃഷ്ടിച്ചു എന്ന് പറയാം. ശ്രീറാം അവിടെ ഒരു എറ്റേണൽ കിങ്ഡം തന്നെ സൃഷ്ടിക്കുകയാണ്. ശരിക്കും അയാളുടേതായ ഒരു അദൃശ്യ ലോകം അവിടെ ശ്രീറാം സൃഷ്ടിച്ചു. ശ്രീറാമിന്റെ കൈയനക്കത്തിനനുസരിച്ച് അദൃശ്യമായ ഒരു ലോകം ഉണ്ടാകുമ്പോൾ ആ ലോകത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ശ്രീറാം ആ ലോർഡ് ഓഫ് ഡാർക്ക്നെസ്സിനെ വലിച്ചു കയറ്റിയത്. ലോർഡ് ഓഫ് ഡാർക്ക്നെസ്സിന്റെ പവർ വൻതോതിൽ കുറയുന്നത് പോലെ ഒരു ഫീല് ആ റാഷമോൺ അയാളെ വലിച്ചെടുത്തപ്പോൾ അയാൾക്ക് തോന്നുകയും ചെയ്തു. ഈ സമയത്ത് ലോർഡ് ഓഫ് ഫെയ്റ്റും ലോർഡ് ഓഫ് സ്പേസും ഒക്കെ ആക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു സംഘടനം പല ശൈലിയിൽ നടക്കുകയാണ്. മാർക്കും ഫാറ്റിസിദു ജൂവും പിൻനിരയിലും മുൻനിരയിൽ ശ്രീറാമും ശ്രീഹരിയുമാണ്. ശ്രീഹരി തന്നെ എതിരിടുന്ന ആളുകളെ വളരെ രസകരമായ ഒരു തന്ത്രം ഉപയോഗിച്ച് എതിരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻവെസ്റ്റർ ഗോഡ്സിനകത്തുള്ള തടങ്കലാക്കപ്പെട്ടിരുന്ന ഗോഡുകളെ പലരെയും ആവശ്യാനുസരണം പുറത്തിറക്കാൻ ശ്രീഹരിക്ക് ഇപ്പോൾ പറ്റും. ആ ഗോഡുകളെയാണ് പെട്ടെന്ന് അതിവേഗതയിൽ തന്നെ ആക്രമിക്കുന്ന ഗോഡുകൾക്കെതിരെ ശ്രീഹരി ഇറക്കിയത്. ശ്രീഹരിക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റും. ആ ഇൻവെസ്റ്റർ ഗോഡ്സിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ശ്രീഹരി ഈ സമയം കൊണ്ട് മനഃപ്പാടമാക്കിയിട്ടുണ്ട്. എങ്ങനെ ഗോഡുകളെ നിയന്ത്രിക്കണമെന്ന് വ്യക്തമായി ഇപ്പോൾ ശ്രീഹരിക്കറിയാം. ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ശ്രീഹരി ആ ഗോഡുകളെ അങ്ങനെ നേരിടുന്ന സമയത്ത് സെയിന്റ് വേൾഡിൽ ശരിക്കും ചില അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ആ മാസ്ക് വെച്ച സ്ത്രീയുടെ കിങ്ഡത്തിലും എമോട്ടോക്രൈൻ്റെ കിങ്ഡത്തിലുമാണ്. അതിശക്തമായ ഡിവൈൻ എനർജി
ആ രണ്ട് കിങ്ഡത്തെ ഏതാണ്ട് പൂർണ്ണമായും അങ്ങ് വിഴുങ്ങിയതും ശക്തമായ ഒരു ഊർജ്ജ വിന്യാസം ആ രണ്ട് രാജ്യങ്ങളിലുണ്ടായി. ആ ഊർജം ആ രാജ്യത്തെ മുഴുവനായി വിഴുങ്ങിയതിനു ശേഷം സാവധാനം ആ ഊർജം എമോട്ടക്രൈൻ രാജ്യത്തിൽ എമോട്ടക്രൈനിലേക്കും മാസ്ക് വെച്ച സ്ത്രീയുടെ രാജ്യത്ത് മാസ്ക് വെച്ച സ്ത്രീയിലേക്കും അതിവേഗം അങ്ങ് ലയിച്ചു ചേരുകയാണ്. സ്വാഭാവികമായിട്ടും രണ്ടുപേരുടെ ശക്തി പെട്ടെന്ന് അങ്ങ് ഉയരാൻ തുടങ്ങി. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ അവരുടെ ആ ശക്തി അങ്ങനെ ഉയർന്നു വരികയാണ്. മാസ്ക് വെച്ച ആ സ്ത്രീയുടെ തൊട്ടു മുന്നിൽ ആ സമയത്താണ് 8 ശവകുടീരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. അവരുടെ തൊട്ടു മുന്നിൽ ഒരു ശവപ്പെട്ടിയുമുണ്ട്. ആ മാസ്ക് വെച്ച സ്ത്രീ ആ ശവപ്പെട്ടിയിലേക്ക് നോക്കിയതും ആ ശവപ്പെട്ടി സാവധാനം തുറന്നു. അതിൽ നിന്ന് സുന്ദരിയായ ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അതിസുന്ദരിയായ ആ യുവതിയെ നമ്മൾ അറിയും. അത് സാക്ഷാൽ ഷിയ ഊ ആണ്. ഷിയ ഊ അവിടെ അങ്ങനെ വന്നു നിന്നതും ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ബോഡി പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമായി. അത് പെട്ടെന്ന് ഒരു ഊർജമായി മാറി ഷിയാവുവിന്റെ ബോഡിയിലേക്ക് ഇടിച്ചു കയറി. ആ നിമിഷത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആ 8 കല്ലറകളും അതുപോലെ തുറക്കപ്പെടുകയാണ്. ആ 8 കല്ലറകളും തുറന്നപ്പോൾ ആ 8 കല്ലറകൾക്കുള്ളിലുള്ള ആ ശവപ്പെട്ടിയിൽ നിന്ന് അതുപോലെ 8 ബോഡികൾ മുകളിലേക്ക് ഉയരുകയാണ്. മുകളിലേക്ക് ഉയർന്ന ആ 8 ബോഡികളും ഒന്ന് മുഖത്തോട് മുഖം നോക്കി. അതിനുശേഷം അവ ഒന്നടങ്കം ഷിയാവുവിന്റെ അടുത്തേക്ക് അതിവേഗം പാഞ്ഞെത്തി ഷിയാവുവിന്റെ ബോഡിയിൽ അങ്ങ് ലയിച്ചു. ശരിക്കും ആ ബോഡികൾ ഷിയാവുവിന്റെ പുറത്തുനിന്ന് ഇടിക്കുമ്പോൾ ഒരു പ്രകാശം ഷിയാവുവിന്റെ പുറത്ത് ഇടിച്ചതുപോലെയാണ് നമുക്ക് തോന്നുക. ഷിയാവുവിന്റെ പുറത്ത് ആ 9 ശവപ്പെട്ടികളിൽ നിന്നുള്ള പ്രകാശം വന്ന് ലയിച്ചു ചേർന്നതും ഷിയാവു കൈ ഒന്ന് അനക്കിയതും വെള്ളി നിറത്തിലുള്ള ഒരു മാസ്ക് ഷിയാവുവിന്റെ കയ്യിലേക്ക് വന്നു. ഷിയ ആ മാസ്ക് അവളുടെ മുഖത്തിന് നേരെ അങ്ങ് ധരിച്ചു. നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുള്ള ആ മാസ്ക് വെച്ച സ്ത്രീയായി ഷിയ പെട്ടെന്നങ്ങ് മാറി. ഷിയ മാസ്ക് കൂടി അണിഞ്ഞു കഴിഞ്ഞതും ഷിയയുടെ ബോഡിക്ക് ചുറ്റും ശരിക്കൊരു ഓറ ഇങ്ങനെ പരക്കുകയാണ്. ആ ഓറ അനുനിമിഷം ശക്തിപ്പെട്ട് വരികയാണ്. അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പവർ ഷിയാവിന്റെ ബോഡിയിലേക്ക് ഇങ്ങനെ ഇരച്ചു കയറുകയാണ്. എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ ഷിയാവു അഥവാ മാസ്ക് വെച്ച സ്ത്രീ പെട്ടെന്നങ്ങ് ശക്തയാവുകയാണ്. അതിശക്തമായ ഒരു ഓറ ആ സ്ത്രീക്ക് ചുറ്റും ഉണ്ടാകുമ്പോൾ അതേ സംഭവവികാസം ഇമോട്ടക്രൈൻ്റെ ആ രാജ്യത്തിലും സംഭവിക്കുകയാണ്. ഇമോട്ടക്രൈൻ്റെ ശക്തി പെട്ടെന്നങ്ങ് വർദ്ധിച്ചു. ശരിക്കും അതിവേഗതയിൽ ഇമോട്ടക്രൈൻ ഒരു സെയിന്റിൽ നിന്ന് അതിശക്തനായ ഒരു ഗോഡായി അവിടെ രൂപം മാറുകയാണ്. ഡിവിനിറ്റി സ്വന്തമായി ഉള്ള ഡിവൈൻ പവറുള്ള അതിശക്തനായ ഒരു വാരിയറായി ഒരു കൾട്ടിവേറ്ററായി ഇമോട്ടക്രൈൻ അങ്ങനെ മാറുമ്പോൾ ഇമോട്ടക്രൈൻ്റെ ബോധമനസ്സിൽ പല ചിത്രങ്ങളും അങ്ങനെ തെളിഞ്ഞു വരികയാണ്. ഇമോട്ടക്രൈൻ്റെ പവർ ആ സെയിന്റ് വേൾഡിൽ നിന്ന് ഡിവൈൻ വേൾഡിലേക്ക് കടക്കുമ്പോൾ ആ ഡിവൈൻ വേൾഡുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഓർമ്മകളൊക്കെ ഇമോട്ടക്രൈനിലേക്ക് അങ്ങനെ ഓടിക്കയറി വരികയാണ്. അത് തന്നെ അവിടെ മറുഭാഗത്ത് സാക്ഷാൽ ആ മാസ്ക് വെച്ച സ്ത്രീയിലും സംഭവിക്കുകയാണ്. അവരുടെ ഉള്ളിൽ ആ ഡിവിനിറ്റി കടന്നു വന്നപ്പോൾ ആ ഡിവൈൻ വേൾഡുമായി ബന്ധിപ്പിച്ച ഓർമ്മകളും അവരിലേക്ക് വരികയാണ്. അവർക്ക് രണ്ടുപേർക്കും അവരവരുടെ കിങ്ഡത്തിൽ നിൽക്കുമ്പോൾ മറുഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളും അറിയാൻ പറ്റുകയാണ്. ഇമോട്ടക്രൈനും അതുപോലെ മാസ്ക് വെച്ച സ്ത്രീയും സെയിന്റ് വേൾഡിൽ നിന്ന് ഡിവൈൻ വേൾഡിലേക്ക് കടക്കാനുള്ള പവർ നേടിയിരിക്കുകയാണ്. ഈ കാഴ്ച അവിടെ ആ ഡിവൈൻ വേൾഡിലുള്ള സുപ്രീം ഗോഡുകൾ എല്ലാവരെയും കണ്ടു. ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഡിവൈൻ വേൾഡിലേക്ക് കടക്കുന്ന ആളുകളൊക്കെ ഡിവൈൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം എന്തെങ്കിലുമൊക്കെ സൃഷ്ടിക്കും. ക്രമേണ ആ പവർ കൂട്ടി അവര് ഡിവൈൻ വേൾഡിനകത്ത് കടക്കാവുന്ന ഒരു സ്റ്റേജിലെത്തും. പക്ഷെ ഈ അടുത്ത കാലത്തൊന്നും ഒരാൾക്ക് പോലും അങ്ങനെ കടക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ഇതാ ഡയറക്റ്റ് ആയിട്ട് സെയിന്റ് വേൾഡിലെ 2 സെയിന്റുകൾ ഡിവൈൻ വേൾഡിലേക്ക് കടക്കുകയാണ്. ആ ഡിവൈൻ വേൾഡിലേക്ക് കടക്കുന്ന ആളുകളുടെ ശക്തി തങ്ങളുടെ പവറുമായി കണക്ട് ചെയ്യുമ്പോൾ വളരെ മുകളിലാണെന്നുള്ള യാഥാർത്ഥ്യം കൂടി സ്വാഭാവികമായിട്ടും ആ നിമിഷത്തിൽ ആ സുപ്രീം ഗോഡുകൾ ഉൾപ്പെടെ എല്ലാവരും മനസ്സിലാക്കുകയാണ്. ഈ സമയത്ത് മാർക്കും ഫാറ്റിസ്യൂതും ജൂവും ചാങ് മാങ്ങും ശ്രീഹരിയും ശ്രീറാമും ഉൾപ്പെടെ സകല ആളുകളും ആ കാഴ്ച അവിടെ നിന്ന് കാണുന്നുണ്ട്. ആ ഡിവൈൻ വേൾഡിൽ നിൽക്കുന്ന അവർക്ക് താഴെ സെയിന്റ് വേൾഡിലെ ആ കാഴ്ച വളരെ വ്യക്തമായി കാണാം. ഡിവൈൻ വേൾഡിൽ സകല യുദ്ധവും സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സകലരുടെ ശ്രദ്ധ താഴെയുള്ള സെയിന്റ് വേൾഡിലെ ആ 2 വ്യക്തികളിലും പതിച്ചിരിക്കുകയാണ്. ഈ രംഗം കണ്ട ലോർഡ് ഓഫ് കർമ്മ
ലോർഡ് ഓഫ് ഫെയ്റ്റിനോട് പറഞ്ഞു. ആ ലേഡി 9 ജന്മങ്ങൾ പൂർത്തീകരിച്ച ആളാണ്. അവരുടെ ശക്തി നമ്മളുടെ ശക്തിക്ക് മുകളിലാണ്. വിധിയുടെ ദേവതയോട് കർമ്മത്തിന്റെ ദേവൻ അങ്ങനെ പറയുമ്പോൾ ശരിക്കും വിധിയുടെ ദേവത, ശരിക്കും വിധിയുടെ ആ ദേവതയ്ക്ക് ആ വാക്യത്തിന്റെ അർത്ഥം അറിയാം. തങ്ങളെക്കാൾ പവർഫുള്ളായ 2 ഗോഡുകൾ ഇതാ അവതരിച്ചിരിക്കുന്നു. വിധിയുടെ ദേവതയും അതുപോലെ കർമ്മത്തിന്റെ ദേവനും മാത്രമല്ല, അവിടെ സ്പേസിന്റെ ദേവനും അതുപോലെ ലോഹത്തിന്റെ ദേവനും മണ്ണിന്റെ ദേവനും വായുവിന്റെ ദേവനും അഗ്നിയുടെ ദേവനും ഒക്കെ ഉണ്ടല്ലോ. ജലദേവത ഉൾപ്പെടെയുള്ള സകല ആളുകളും ഈ കാഴ്ച കാണുകയാണ്. അവരെക്കാളൊക്കെ പവർഫുൾ ആയിട്ടുള്ള 2 ഗോഡുകൾ ഇതാ ഉണ്ടായിരിക്കുന്നു. ആ യാഥാർത്ഥ്യം ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ ഇപ്പോഴും ഒരു സംശയം പലർക്കും ഉണ്ട്. യഥാർത്ഥത്തിൽ ആ 2 ഗോഡുകളും തങ്ങളെക്കാൾ ശക്തരാണോ അതോ തങ്ങൾക്ക് തോന്നുന്നതാണോ? അങ്ങനെ ചിന്ത അവരിലേക്ക് ഉണ്ടാകുമ്പോഴേക്കും സെയിന്റ് വേൾഡിൽ നിന്ന് എമോട്ടർ ക്രെയിനും അതുപോലെ മാസ്ക് വെച്ച സ്ത്രീയും അവിടെ ആ വേൾഡിൽ എത്തിക്കഴിഞ്ഞു. ശരിക്കും അവർ മനസ്സുകൊണ്ട് വിചാരിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു പ്ലെയിനിൽ നിന്ന് മറ്റൊരു പ്ലെയിനിലേക്ക് ഈസിയായി മാറാൻ പറ്റുകയാണ്. 2 അതിശക്തരായ ആളുകൾ, ആ 2 പേരുടെയും പെട്ടെന്നുള്ള രംഗപ്രവേശം ശരിക്കും ആ ഡിവൈൻ വേൾഡിൽ ഒരു വല്ലാത്ത രംഗം സൃഷ്ടിക്കുകയാണ്. ഭയമാണോ, അമ്പരപ്പാണോ, അതിശയമാണോ, അതോ എതിർപ്പാണോ, എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശരിയിൽ ആ ദൈവങ്ങൾ അങ്ങനെ അമ്പരം നിൽക്കുകയാണ്. ആ സകല ദൈവങ്ങളും അമ്പരം നിൽക്കുമ്പോൾ പെട്ടെന്നാണ് അവിടെ ഒരു കൂറ്റൻ ശവകുടീരം വന്ന് വീഴുന്നത്. ആ ശവകുടീരം നേരത്തെ മാർക്ക് ഉൾപ്പെടെ പലരും കണ്ടിട്ടുണ്ട്. അത് അവിടെ ആ സെയിന്റ് വേൾഡിൽ മാർക്ക് തിരക്കി ചെന്ന ആ ഹെവൻലി സിന്നുമായി കണക്ട് ചെയ്ത ആ ശവകുടീരമാണ്. അതിശക്തമായ ആ ശവകുടീരം അവിടെ പ്രത്യക്ഷപ്പെട്ടതും ഗോഡുകളുടെ മുഖത്ത് ഒരു ആശ്വാസമായി. ആ ഗോഡുകളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കക്ഷി സാക്ഷാൽ ലോർഡ് ഓഫ് ഓറിജിൻ ഇതാ രംഗത്ത് വന്നിരിക്കുകയാണ്. സൃഷ്ടിയുടെ ഉത്ഭവത്തിന്റെ ഗോഡായ ലോർഡ് ഓഫ് ഓറിജിൻ അവിടെ വന്നപ്പോൾ ആ ശവകുടീരത്തിലേക്ക് തന്നെ കൗതുകത്തോടെ നോക്കിയാണ് മാസ്ക് വെച്ച ആ സ്ത്രീ. പെട്ടെന്ന് ആ ലോർഡ് ഓഫ് ഓറിജിനിൽ നിന്ന് ഒരു ശബ്ദം സകലരും കേൾക്കുകയാണ്. ഏയ് മാസ്ക്ധാരി, നീ വീണ്ടും തിരിച്ചെത്തിയല്ലേ? കൊള്ളാം, എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ആ ഓർമ്മ ശരിയാണോന്നറിയാൻ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ ആ ശവകുടീരത്തിൽ നിന്ന് ആ ശബ്ദം കേട്ടതും ആ ശവകുടീരത്തിൽ നിന്ന് പച്ച നിറത്തിലുള്ള ഒരു പ്രകാശം പെട്ടെന്ന് ആ മാസ്ക് വെച്ച സ്ത്രീക്ക് നേരെ ഒരൊറ്റ കുതിപ്പ് ഉദിക്കുന്നതാണ് ആളിൽ കാണുന്നത്. ശരിക്കും ബുള്ളറ്റുകൾ പായും പോലെ ആ പച്ച പ്രകാശം മാസ്ക് വെച്ച സ്ത്രീക്ക് നേരെ അങ്ങനെ പായുമ്പോൾ ഒരു വൻ പ്രഷറും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ശൈലിയിലുള്ള ഒരു വിമിഷ്ടവും ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും അനുഭവപ്പെടുകയാണ്. ലോർഡ് ഓഫ് ഓറിജിൻ വളരെ വളരെ ശക്തനാണ്. ആ ശക്തി ഇതാ മാസ്ക് വെച്ച സ്ത്രീയെ ഒന്ന് പരീക്ഷിക്കുകയാണ്. അതിശക്തമായ ആ പച്ചപ്രകാശം മാസ്ക് വെച്ച സ്ത്രീക്ക് നേരെ പാഞ്ഞു വരുമ്പോൾ ആ മാസ്ക് വെച്ച സ്ത്രീ കൈകൾ പുറകിൽ കെട്ടി ആ പ്രകാശത്തെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവരുടെ അടുത്തേക്ക് ആ പ്രകാശം എത്തിയതും അവരുടെ ഇടത് കൈ മുന്നിലേക്ക് വന്ന് ആ കൈ ഒന്ന് അനങ്ങി. ശരിക്കും വളരെ കൂളായിട്ടാണ് ആ കൈ ഒന്ന് അനങ്ങിയത്. ആ കൈ ഒന്ന് അനങ്ങിയ ആ നിമിഷത്തിൽ ആ എൻ്റെ പച്ചപ്രകാശവും അവരുടെ കൺമുന്നിൽ നിന്ന് അങ്ങ് അപ്രത്യക്ഷമായി. ലോർഡ് ഓഫ് ഒറിജിൻ്റെ പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഇത് വളരെ കൂളായി ആ മാസ്ക് വെച്ച സ്ത്രീ തടുത്തിരിക്കുകയാണ്. അതൊരു പച്ചയായ സത്യമാണ്. മാസ്ക് വെച്ച സ്ത്രീയുടെ ശക്തി ലോർഡ് ഓഫ് ഒറിജിൻ്റെ ശക്തിയെ കവച്ചു വെക്കുകയാണ്. ലോർഡ് ഓഫ് ഒറിജിൻ ആ സുപ്രീം കോഡുകളിൽ ഏറ്റവും ശക്തനാണ്. ആ ഡിവൈൻ വേൾഡിലെ ഏറ്റവും ശക്തന്റെ ശക്തിയേക്കാൾ ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ശക്തി ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ ഒരു സംശയം സ്വാഭാവികമായിട്ടും സകലർക്കും ഉണ്ടാകും. ആ ഡിവൈൻ വേൾഡിന് മുകളിൽ നിൽക്കുന്ന ശക്തി ആ മാസ്ക് വെച്ച സ്ത്രീക്ക് ഉണ്ടോ എന്നൊരു സംശയമാണ് ആ നിമിഷത്തിൽ എല്ലാവർക്കും ഉണ്ടായത്. ഈ നിമിഷത്തിൽ ശരിക്കും ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ചുറ്റും ഒരു പ്രകാശം ഇങ്ങനെ പതുക്കെ പതുക്കെ ഉയരുന്നുണ്ട്. ഒരു ചുവന്ന പ്രകാശം. ശരിക്കും അവരുടെ ബോഡിക്ക് ചുറ്റും ആ പ്രകാശം അങ്ങനെ ഉണ്ടായി വരുമ്പോൾ അവരൊരു തീച്ചൂളയ്ക്കുള്ളിൽ നിൽക്കുന്നത് പോലെ ഒരു പ്രതീതിയാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. ആ പ്രകാശം അവരുടെ ബോഡിയിൽ അങ്ങനെ ഉണ്ടായി വരുമ്പോൾ സെയിം ശൈലിയിൽ എമോട്ടർ ക്രെയിനിന് ചുറ്റും ഒരു പ്രകാശം ഉണ്ടായി വരികയാണ്. എമോട്ടർ ക്രെയിനിന്റെ ബോഡിക്ക് ചുറ്റുമായി അതേ ശൈലിയിൽ ഒരു ചുവന്ന പ്രകാശം അങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. 2 പേരിലും എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. 2 പേരും പെട്ടെന്ന് മുഖാമുഖം നോക്കി. അവരുടെ മനസ്സിൽ
തടുത്തു വച്ചിരുന്ന അല്ലെങ്കിൽ പൂട്ടിയിട്ടിരുന്ന സകല പൂട്ടുകളും തുറക്കപ്പെട്ടിരിക്കുകയാണ്. അവരാരാ എന്താ എന്നുള്ള ആ ബോധ്യം രണ്ടുപേരിലേക്കും വന്നുവെന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് അവരുടെ ഉള്ളിൽ സംഭവിക്കുന്നത്. അവർക്ക് അവരെ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് അവരാരാണെന്ന്. രണ്ടുപേരും ആ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴേക്കും ശരിക്കും ആ സുപ്രീം ഗോഡുകളും ബാക്കിയുള്ള ഗോഡുകളും ഒക്കെ അമ്പരന്ന് നിൽക്കുകയാണ്. അവരെതിരിടുന്നത് സാക്ഷാൽ ഇമോർട്ടൽ ചക്രവർത്തിമാരെയാണ്. രണ്ട് ഇമോർട്ടൽ ചക്രവർത്തിമാരെ അമ്പരപ്പിക്കുന്ന ഒരു അറിവാണ് ആ ഗോഡുകൾക്ക് ആ നിമിഷം കിട്ടിയത്. ഇമോർട്ടൽ ചക്രവർത്തിമാർ 5 പേർ കാലങ്ങൾക്ക് മുന്നേ ആ സുപ്രീം ഗോഡുകളുടെ എക്സ്ട്രീം ലെവൽ എത്തിയതിനു ശേഷം അത് ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് കടന്നിരുന്നു. അങ്ങനെ കടന്ന ആ 5 പേരും പാത്ത് ഓഫ് ഹെവന് വേണ്ടി ഗാർഡിയനുമായി ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഫൈറ്റിൽ ഗാർഡിയൻ ആ ഇമോർട്ടൽ ചക്രവർത്തിമാരെ പരാജയപ്പെടുത്തിയിരുന്നു. അങ്ങനെ പരാജയപ്പെട്ട ആ 5 ചക്രവർത്തിമാരിൽ 2 പേരാണ് ഇതാ പുനർജീവിച്ചിരിക്കുന്നത്. ആ യാഥാർത്ഥ്യം അവിടെ സകലർക്കും ബോധ്യമാവുകയാണ്. ഈ സമയത്ത് ഇമോർട്ടൽ ക്രെയിനും മാസ്കോച്ചസ്ത്രീയും അതാണ് ആലോചിക്കുന്നത്. അവർക്ക് ആ കാലഘട്ടം ഓർമ്മയുണ്ട്. അവര് സുപ്രീം ഗോഡുകളുടെ എക്സ്ട്രീം ലെവലിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് കടന്നപ്പോൾ അവർക്ക് 2 പാതകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു പാത ഗാർഡിയന്റെ പാതയും മറുപാത പാത്ത് ഓഫ് ഹെവനിൽ നിന്ന് വേറിട്ട് പോകുന്ന പാതയുമാണ്. പാത്ത് ഓഫ് ഹെവനിൽ നിന്ന് വേറിട്ട് പോകാൻ തീരുമാനിച്ച അവർ പാത്ത് ഓഫ് ഹെവനുമായി ഫൈറ്റ് ചെയ്യാനും തീരുമാനിച്ചു. ആ ഫൈറ്റ് അവർ തീരുമാനിച്ചപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് അവർ ഉപദേശിക്കാനായി ഗാർഡിയൻ എത്തിയിരുന്നു. ഒരു കാരണവശാലും പാത്ത് ഓഫ് ഹെവനോട് ഏറ്റുമുട്ടരുതെന്നാണ് അന്ന് ഗാർഡിയൻ അവരെ ഉപദേശിച്ചത്. പാത്ത് ഓഫ് ഹെവനുമായി അവർ ഏറ്റുമുട്ടിയാൽ ഗാർഡിയന് അവരെ നേരിടേണ്ടി വരും. ഒരു കാരണവശാലും അവരെ വിജയിക്കാൻ തനിക്ക് അനുവദിക്കാൻ പറ്റില്ലെന്നും ഗാർഡിയൻ അന്ന് അവരോട് പറഞ്ഞതാണ്. അത് കേൾക്കാതെയാണ് തങ്ങളാണ് ഈ ലോകത്ത് ഏറ്റവും ശക്തരെന്ന ഒരു ധാരണയിൽ ആ 5 ഇമോർട്ടൽ ചക്രവർത്തിമാരും ചേർന്ന് പാത്ത് ഓഫ് ഹെവനെ അറ്റാക്ക് ചെയ്തത്. പാത്ത് ഓഫ് ഹെവന് വേണ്ടി ആ 5 ചക്രവർത്തിമാരെയും നേരിട്ട ഗാർഡിയൻ ആ 5 പേരെയും അവസാനിപ്പിച്ചു. ആ രംഗം ഇപ്പോ ഇമോർട്ടൽ ക്രെയിനും അതുപോലെ മാസ്കോച്ചസ്ത്രീക്കും കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. 5 പേരെയും അവസാനിപ്പിച്ച ഗാർഡിയൻ 5 പേരുടെയും ഡിവൈൻ സെൻസുകളും അവരുടെ സോളുകളും അന്ന് ആ യുദ്ധക്കളത്തിൽ നിന്ന് രക്ഷിച്ചെടുത്ത് വിവിധ സ്ഥലങ്ങളിലായി ഒളിപ്പിച്ചിരുന്നു. ഗാർഡിയൻ വളരെ ശ്രദ്ധിച്ചാണ് പാത്ത് ഓഫ് ഹെവന്റെ ശ്രദ്ധയപ്പെടാതെ അതൊക്കെ ഒളിപ്പിച്ചെങ്കിലും 3 പേരുടെ ഡിവൈൻ സെൻസും ഡിവൈൻ സോളും പാത്ത് ഓഫ് ഹെവൻ കണ്ടെത്തുകയും നശിപ്പിക്കുകയും ചെയ്തു. 2 പേരുടേത് പാത്ത് ഓഫ് ഹെവന് കിട്ടിയില്ല. ആ 2 പേരിൽ ഒരാൾ ഇമോർട്ടൽ ക്രെയിനും മറ്റേയാൾ മാസ്കോച്ച സ്ത്രീയുമാണ്. ശരിക്കും 2 പേരും ഇമോർട്ടൽ ചക്രവർത്തിമാരാണ്. ആ 2 ഇമോർട്ടൽ ചക്രവർത്തിമാർക്കും ഇപ്പോ കഥകൾ കുറെ കൂടി വ്യക്തമാവുകയാണ്. മാസ്കോച്ച സ്ത്രീക്ക് ഗാർഡിയന്റെ മകൻ മാർക്ക് ഫെല്ലറോട് ഒരു അടുപ്പം വെറുതെ തോന്നിയതല്ല. അന്ന് ലോർഡ് ഫെല്ലർ ആ ഇമോർട്ടൽ ചക്രവർത്തിമാരെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം അവരെ യുദ്ധം നടത്തുന്നതെന്ന് പരമാവധി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. യുദ്ധത്തിന് ശേഷം അവർ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം അവരെ അങ്ങ് വിദൂരതയിൽ ഭൂമിയിൽ കൊണ്ടുപോയി അവിടെയാണ് ഒളിപ്പിച്ചത്. അതുകൊണ്ടാണ് മാർക്ക് ഫെല്ലറെ കണ്ട ആ നിമിഷത്തിൽ ഷിയാവുവിന്റെ രൂപത്തിൽ പുനർജനിച്ച ആ മാസ്ക് വെച്ച സ്ത്രീക്ക് ശരിക്കും മാർക്കിനോട് വല്ലാത്തൊരു അടുപ്പം തോന്നിയത്. അത് തന്നെയാണ് ഇമോർട്ടൽ ക്രെയിന്റെ അവസ്ഥ. ഇമോർട്ടൽ ക്രെയിൻ മാർക്ക് ഫെല്ലറെ കാണുന്നത് തികച്ചും യാദൃശ്യവശാൽ ഒരു മരുഭൂമിക്കുള്ളിൽ മാർക്ക് അകപ്പെട്ടപ്പോഴാണ്. മാർക്ക് ആ മരുഭൂമിയിൽ ഇമോർട്ടൽ ക്രെയിനും ഡീമനുകളും താമസിക്കുന്ന ആ കോട്ടയിൽ അന്വേഷിച്ചെത്തിയത് ഇപ്പോഴും ഇമോർട്ടൽ ക്രെയിന്റെ മനസ്സിലുണ്ട്. ഇപ്പോ ഇമോർട്ടൽ ക്രെയിനും അതുപോലെ മാസ്ക് വെച്ച സ്ത്രീക്കും ഒരു കാര്യം കൂടി ഉറപ്പാണ്. അവർ 2 പേരും മാർക്ക് ഫെല്ലറെ കണ്ടത് തികച്ചും യാദൃശ്യമായിട്ടല്ല. അവർ 2 പേരും ശരിക്കൊരു പ്ലാൻഡ് പ്രോഗ്രാമത്തിന്റെ ഭാഗമായി മാർക്കിനെ കാണുകയായിരുന്നു. മാർക്കിനെ അവരുടെ മുന്നിൽ എത്തിച്ചത് അവന്റെ പിതാവ് ലോർഡ് ഫെല്ലർ തന്നെയാണ്. ശരിക്കും ലോർഡ് ഫെല്ലർ ഒരുക്കി തിരക്കഥയിൽ അവർ 2 പേരും പെട്ടതാണ്. ഇമോർട്ടൽ ക്രെയിനും അതുപോലെ മാസ്ക് വെച്ച സ്ത്രീയും ആ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ 2 പേരുടെയും നോട്ടം സ്വാഭാവികമായിട്ടും ആ യുദ്ധക്കളത്തിൽ ഈ രംഗങ്ങൾക്ക് സാക്ഷിയായി നിൽക്കുന്ന മാർക്കിലേക്ക് അങ്ങനെ അടർന്നു വീഴുകയാണ്. മാർക്ക് ഫെല്ലറും ജൂവും ഫാറ്റി സിധുവും ചാങ്മാങ്ങും ആ യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ്. അവിടെ തൊട്ടു മുന്നിലുള്ള ശ്രീഹരിയും ശ്രീറാമുമാണ് യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. ആ 6 ടീമിലെ മാർക്ക് ഫെല്ലറെ വല്ലാത്തൊരു കൗതുകത്തോടെയാണ് ഈ സമയത്ത് ഇമോർട്ടൽ ക്രെയിനും അതുപോലെ ആ മാസ്ക് വെച്ച സ്ത്രീയും നോക്കി നിന്നു പോകുന്നത്. അവരുടെ ലൈഫിൽ അവർക്ക് ആ യുദ്ധം ഓർമ്മയുണ്ട്. എത്രയെങ്കിലും കാലം നീണ്ടുനിന്ന
അതിശക്തമായ ഒരു ഫൈറ്റാണ് ആ 5 ഇമ്മോർട്ടൽ ചക്രവർത്തിമാരും പാത്തോഹെവന് നേരെ നടത്തിയത്. പാത്തോഹെവൻ സംരക്ഷിക്കാൻ വേണ്ടി അന്ന് യുദ്ധം നയിച്ചത് പാത്തോഹെവന് വേണ്ടി സാക്ഷാൽ ലോർഡ് ഫെല്ലറാണ്, ഗാർഡിയൻ. ആ ഗാർഡിയന്റെ മകനാണ് ആ നിൽക്കുന്ന മാർക്ക് ഫെല്ലർ. ആ കാര്യം ബോധ്യമായതും എമോട്ട് ക്രെയിൻ മാസ്ക് വെച്ച സ്ത്രീയോട് പറഞ്ഞു, നമ്മൾ ശരിക്കും മരിക്കാതിരുന്നതിൻ്റെ കാരണം ഇപ്പോഴാണ് എനിക്ക് ബോധ്യമാകുന്നത്. നമ്മൾ അന്നേ പാത്തോഹെവന്റെ ആക്രമണത്താൽ കൊല്ലപ്പെടേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ കൊല്ലപ്പെടാതിരുന്നതിന് അർത്ഥമുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു. എമോട്ട് ക്രെയിൻ അത് പറയുമ്പോൾ ആ മാസ്ക് വെച്ച സ്ത്രീയും അത് അങ്ങനെ തന്നെ മനസ്സിൽ പറയുകയാണ്. ശരിക്കും അവരുടെ ജീവന്റെ ബാലൻസ് നിലനിർത്തിയത് ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ യാഥാർത്ഥ്യം മാസ്ക് വെച്ച സ്ത്രീ തിരിച്ചറിയുമ്പോൾ ആ ഹെവൻലി സിനിന്റെ ടോംബിൽ നിന്ന് ഒരു രൂപം പുറത്തേക്ക് വന്നു. ആ രൂപത്തെ കണ്ടതും ബാക്കിയുള്ള ഗോഡുകൾക്ക് ശരിക്കൊരു ചാർജ് വരികയാണ്. അത് സാക്ഷാൽ ലോർഡ് ഓഫ് ഒറിജിൻ ആണ്. സകല സൃഷ്ടിയുടെയും പാപത്തിന്റെയും യഥാർത്ഥ നിയന്ത്രിതാവ് ലോർഡ് ഓഫ് ഒറിജിൻ അങ്ങനെ വന്നു നിൽക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ സ്വാഭാവികമായിട്ടും മാസ്ക് വെച്ച സ്ത്രീയിലും അതുപോലെ ഇമ്മോർട്ടൽ ക്രെയിനിലുമാണ്. ശരിക്കും ഇമ്മോർട്ടൽ എന്ന് അയാൾ വിളിക്കുന്നത് വെറുതെയല്ല, അയാൾ ശരിക്കും അമരത്വം നേടിയ കക്ഷിയാണ്. ഇമ്മോർട്ടൽ ക്രെയിനെയും അതുപോലെ മാസ്ക് വെച്ച സ്ത്രീയും ഒന്ന് നോക്കിയ ലോർഡ് ഓഫ് ഒറിജിൻ അവരോട് പറഞ്ഞു, ഏയ് നിങ്ങൾ രണ്ടുപേരും പുനർജനിച്ചിരിക്കുകയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും അന്ന് പാത്തോഹെവനുമായി ഏറ്റുമുട്ടിയ ആ ഇമ്മോർട്ടൽ ചക്രവർത്തിമാരുടെ പുനർ അവതാരങ്ങളാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എങ്ങനെ ഇവിടം വരെ എത്തിയെന്ന്. നിങ്ങളെ സഹായിച്ചത് ഗാർഡിയനാണ്. ഗാർഡിയൻ യഥാർത്ഥത്തിൽ പാത്തോഹെവനെ ചതിക്കുകയായിരുന്നു. ശരിക്കും ഗാർഡിയൻ ആകാനായി ഒരു ശ്രമം നടത്തിയ കക്ഷിയാണ് ഈ ലോർഡ് ഓഫ് ഒറിജിൻ. ഡിവൈൻ ലെവലിലേക്ക് സെയിന്റ് ലെവലിലുള്ള ആളുകൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൾട്ടിവേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഡിവൈൻ ലെവലിൽ ഏറ്റവും ശക്തനാവുക എന്നുള്ളതാണ്. ആ ഡിവൈൻ ലെവലിലെ എക്സ്ട്രീം പവറിലേക്ക്, ആ ലെവലിലെ ഏറ്റവും അവസാനത്തെ പവറിലേക്ക് എത്താൻ ഓരോ ആളും ശ്രമിക്കും. അങ്ങനെ എത്തുന്ന ആളുകൾ ആ ഡിവൈൻ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ 7th ലെവല് ബ്രേക്ക് ചെയ്യാണ്. അങ്ങനെ അവരെത്തുന്നത് 8th ലെവലിലാണ്. 8th ലെവലിൽ അവരെത്തുമ്പോൾ സ്വാഭാവികമായും അവർക്ക് 2 പാത്തുകളുണ്ട്. ഒന്ന് ഇമ്മോർട്ടൽ ചക്രവർത്തിയുടെ പാത്ത്, മറ്റൊന്ന് ഗാർഡിയന്റെ പാത്ത്. ഗാർഡിയന്റെ പാത്ത് തിരഞ്ഞെടുക്കുന്ന ആളുകൾ പാത്തോഹെവന് അവരെ പൂർണ്ണമായും സമർപ്പിക്കണം. അങ്ങനെ അവർ പാത്തോഹെവന് സമർപ്പിക്കുമ്പോൾ പാത്തോഹെവൻ അവരുടെ ബോഡിയിൽ ഒരു അടയാളം സ്വാഭാവികമായും ഉണ്ടാക്കിയിടും. പാത്തോഹെവന്റെ അടയാളമാണത്. ആ അടയാളം ശരിക്കും പാത്തോഹെവന്റെ ഒരു തിരിച്ചറിയൽ രേഖ മാത്രമല്ല, പാത്തോഹെവന്റെ പവർ കൂടിയാണ്. ആ പവർ ലഭിച്ചു കഴിയുന്നതോടുകൂടി ആ ഗാർഡിയൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തനായി മാറും. ഒരു ഇമ്മോർട്ടൽ ചക്രവർത്തിക്കും ഗാർഡിയനെ പരാജയപ്പെടുത്താൻ പറ്റില്ല. ആ യാഥാർത്ഥ്യം അറിയാവുന്ന സകല ആളുകളും 7th ലെവലിൽ നിന്ന് 8th ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ ആദ്യം ശ്രമിക്കുന്നത് ഈ പാത്തോഹെവനിൽ സബ്മിറ്റ് ചെയ്യാനാണ്. സബ്മിറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുമ്പോൾ പാത്തോഹെവൻ അവരെ അങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ അനുവദിക്കണമെങ്കിൽ ഒരുപാട് ടെസ്റ്റുകൾക്ക് വിധേയരാകേണ്ടി വരും. ആ ടെസ്റ്റുകളിൽ പരാജയപ്പെടുന്ന ആളുകൾ പിന്നീട് സുപ്രീം ഗോഡുകളായി ആ ഡിവൈൻ വേൾഡിനകത്ത് ഒതുങ്ങിപ്പോവും. അവർക്ക് ഇമ്മോർട്ടൽ ചക്രവർത്തി ആകാൻ കഴിയില്ല, അതുപോലെ തന്നെ ഗാർഡിയനും ആകാൻ കഴിയില്ല. അവര് ശരിക്കും ആ ബ്രേക്ക് നടത്താൻ പറ്റാതെ അവിടെ അങ്ങ് പെട്ടുപോകും. ഈ ലോർഡ് ഓഫ് ഒറിജിൻ അതുപോലെ അന്ന് ആ ബ്രേക്കിംഗ് സ്റ്റേജിലെത്തിയപ്പോൾ പാത്തോഹെവന് സ്വയം സബ്മിറ്റ് ചെയ്യാൻ ഒരു ശ്രമം നടത്തിയതാണ്. അതിൽ പരാജയപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വിജയിച്ച ഗാർഡിയനോട് സ്വാഭാവികമായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദേഷ്യം ലോർഡ് ഓഫ് ഒറിജിനുണ്ട്. അത് അയാളുടെ വാക്കുകളിലൂടെ പുറത്തു വരികയാണ്. ഗാർഡിയന്റെ സപ്പോർട്ട് അത് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഈ 2 വ്യക്തികൾക്കും പാത്തോഹെവനുമായിട്ടുള്ള ആ യുദ്ധത്തിൽ പരാജയപ്പെടട്ടും വീണ്ടും പുനർജനിച്ച് ഇവിടം വരെ എത്താൻ പറ്റിയത്. ശരിക്കും അവര് ഇവിടെ എത്തിയപ്പോൾ അവരുടെ ഡിവൈൻ സെൻസ് അവർക്കൊപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവര് പുനർജനിക്കുകയായിരുന്നില്ല, ശരിക്കും അവര് അവരുടെ ജീവിതം ഇതുവരെ ക്രമമായി കൊണ്ടുവരികയായിരുന്നതാണ്. പുതിയ ആളായിട്ടല്ല അവർ ജനിച്ചിരിക്കുന്നത്. ആ 9 ജന്മങ്ങൾ വഴി വീണ്ടും ഇവിടെ ആ ഡിവൈൻ വേൾഡിൽ എത്തിയിരിക്കുന്ന ഷിയാവുവിന്റെ രൂപത്തിലുള്ള ആ മാസ്ക് വെച്ച സ്ത്രീ പോലും ശരിക്കും ഒരേ ലൈഫ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നത്. ഒരേ ഡിവൈൻ സെൻസ് തന്നെ ആ ലേഡിയിൽ കണ്ടിന്യൂ ചെയ്യാണ്. സാധാരണ ഡിവൈൻ സെൻസ് ഒരു ജന്മത്തിൽ നിന്ന് അടുത്ത ജന്മത്തിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ജന്മത്തിലെ ഓർമ്മകൾ മുഴുവൻ കളയും, അല്ലെങ്കിൽ ആ ഓർമ്മകൾ കൊണ്ടുപോകാൻ ആ ഡിവൈൻ സെൻസിന് അനുവാദം ഉണ്ടാവില്ല. ആ ഓർമ്മകളെ ആ ഗോസ്റ്റ് വേൾഡിലെ ആ ബ്രഷ് ഉപയോഗിച്ച് മാച്ച് കളയുകയാണ് പതിവ്. ഇവിടെ ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ഡിവൈൻ സെൻസും അതുപോലെ ഇമ്മോർട്ടൽ ക്രെയിന്റെ ഡിവൈൻ സെൻസും
ഓരോ ഘട്ടത്തിലും അങ്ങനെ മാറ്റി കളയപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോയി. ഓരോ ലെവല് കഴിയുമ്പോഴും അവർക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടുകയായിരുന്നു. ഹ്യൂമൻ വേൾഡിനകത്ത് അവർ രണ്ടുപേരും ഉണ്ടായിരുന്നത് ഭൂമിയിലാണ്. അവിടെ നിന്ന് രണ്ടുപേരും എത്തിയത് ഹോളി റീജിയനിലാണ്. ആ ഹോളി റീജിയനിൽ നിന്ന് അവർ രണ്ടുപേരും സെയിന്റ് വേൾഡിലെത്തി. ഇതാ അവിടെ നിന്ന് അവർ ഡിവൈൻ വേൾഡിൽ എത്തിയിരിക്കുകയാണ്. ഈ ലെവല് ബ്രേക്ക് ചെയ്താൽ വീണ്ടും അവർ ഇമോർട്ടൽ ചക്രവർത്തിമാരാണ്. ഇമോർട്ടൽ ചക്രവർത്തിമാരായി അവർ മാറുമെന്നുള്ള കാര്യം ലോർഡ് ഓഫ് ഒറിജിന് അറിയാം. കാരണം ലോർഡ് ഓഫ് ഒറിജിനേക്കാൾ പവർഫുൾ ആണ് അവരെന്ന് ഒറ്റ ടെസ്റ്റിലൂടെ ലോർഡ് ഓഫ് ഒറിജിൻ ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ലോർഡ് ഓഫ് ഒറിജിനും ലോർഡ് ഓഫ് ഫെയ്റ്റും ലോർഡ് ഓഫ് സ്പേസും അതുപോലെ ബാക്കിയുള്ള ലോഡുകൾ, ലോർഡ് ഓഫ് മെറ്റലും ലോർഡ് ഓഫ് വാട്ടറും ലോർഡ് ഓഫ് ഫയറും എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് ആ രണ്ട് ഇമോർട്ടൽ ചക്രവർത്തിമാർക്ക് നേരെ തിരിഞ്ഞു. ആ നിമിഷത്തിൽ എൻറ്റയർ അന്തരീക്ഷവും അങ്ങ് മാറുകയാണ്. മാർക്കും ഫാറ്റിസ്തും ജൂവും ചാങ്മാവുക്കെ ഒരുപാട് ദൂരേക്ക് പിന്തള്ളപ്പെട്ടു. ശരിക്കും ആ വേൾഡിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ശ്രീഹരിക്കും ശ്രീറാമനും മാത്രമാണ്. പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിലും അവരും പിന്തള്ളപ്പെടുകയാണ്. അതിശക്തമായ ഒരു പവർ ആ രണ്ട് ഇമോർട്ടൽ ചക്രവർത്തിമാർക്കും ഇടയിൽ ആ ഗോഡുകൾ സൃഷ്ടിച്ചു എന്ന് പറയാം. തീ കൊണ്ടും വെള്ളം കൊണ്ടും കാറ്റുകൊണ്ടും ആ പവർഫുൾ ആയിട്ടുള്ള ഇടപെടൽ നടത്തിയ ആ മൂന്ന് ലോഡുകളും ഒരു ഭാഗത്ത് ഇമോർട്ടൽ ചക്രവർത്തി ക്രെയിനിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ മറുഭാഗത്തുള്ള ആളുകൾ സാക്ഷാൽ മാസ്ക് സ്ത്രീയെ അറ്റാക്ക് ചെയ്യുകയാണ്. ആ അറ്റാക്ക് ആ എല്ലാ സുപ്രീം കോടതികളുടെയും മുഴുവൻ പവർ ഉപയോഗിച്ചിട്ടാണ്. ആ അതിശക്തമായ പവർ ഉപയോഗിച്ചുകൊണ്ട് മാസ്ക് സ്ത്രീയും ഇമോർട്ടൽ ക്രെയിനെയും നേരിട്ട ആ ഗോഡുകൾ ഒരു സെക്കൻഡിനകം പെട്ടെന്ന് ഒത്തിരി പുറകോട്ട് പിന്തള്ളപ്പെട്ടു. ആ മാസ്ക് സ്ത്രീ അവരുടെ കൈ വെറുതെ ഒന്ന് അനക്കിയതേ ഉള്ളൂ. ആ നിമിഷത്തിൽ ആ എൻറ്റയർ അറ്റാക്കിംഗ് പവറും ഏതാണ്ട് പൂർണ്ണമായും അവിടെ നിന്ന് അപ്രത്യക്ഷമായി. തങ്ങൾക്ക് സങ്കല്പിക്കാനാവാത്ത വിധം ശക്തിയാണ് ആ മാസ്ക് സ്ത്രീയും അതുപോലെ ഇമോർട്ടൽ ക്രെയിനുമെന്ന് ആ ഗോഡുകൾക്ക് ആ നിമിഷം മനസ്സിലായി. തങ്ങളെക്കാൾ ഒരുപാട് ലെവൽ മുകളിൽ നിൽക്കുന്ന രണ്ട് അതിശക്തരായ ഗോഡുകളാണ് ഇപ്പോൾ അവർക്ക് നേരെ എതിരിടുന്നത്. ഇമോർട്ടൽ ക്രെയിന്റെ മുഖത്തോ അതുപോലെ മാസ്ക് സ്ത്രീയുടെ മുഖത്തോ പ്രത്യേകിച്ച് ഭാവമൊന്നുമില്ല. ശരിക്കും മുകളിൽ നിൽക്കുന്ന അവർ താഴെ നിൽക്കുന്ന ആളുകൾ പരാജയപ്പെടുമ്പോൾ അതിൽ സന്തോഷിക്കേണ്ട കാര്യമില്ല എന്ന് അവർക്ക് അറിയാമെന്ന് അവരുടെ മുഖഭാവം വിളിച്ചു പറയുകയാണ്. ഈ രംഗത്തിന് സാക്ഷിയാണ് ശ്രീറാമും ശ്രീഹരിയും. സകല ആളുകളും പരാജയപ്പെട്ടതും ലോർഡ് ഓഫ് ഒറിജിൻ അയാളുടെ മുഴുവൻ ശക്തിയും എടുത്ത് ഉപയോഗിക്കുകയാണ്. കൂടെ ആ ഹെവൻലി സിനിന്റെ ആ സിൻ പവറും ഒരുമിച്ച് എടുത്ത് ഉപയോഗിക്കുകയാണ്. സൃഷ്ടിയും അതുപോലെ സംഹാരവും എന്ന് വേണമെങ്കിൽ നമുക്കിനെ വിളിക്കാം. രണ്ടും കൂടി ഉപയോഗിച്ച് ആ ലോർഡ് ഓഫ് ഒറിജിൻ അവിടെ ശരിക്കും ഒരു മാജിക്കൽ ഇഫക്റ്റ് ഉണ്ടാക്കുകയാണ്. അതിശക്തമായ ഒരു ഫോഴ്സ് ആ കല്ലറയിൽ നിന്ന് മാസ്ക് സ്ത്രീക്ക് നേരെ പാഞ്ഞു വരികയാണ്. ശരിക്കും ഒരു പീരങ്കി ഉണ്ട പാഞ്ഞു വരും പോലെ ഒരു പ്രകാശം പാഞ്ഞു വരുന്നു എന്ന് പറയാം. പക്ഷെ അത് കണ്ടിട്ടും ആ മാസ്ക് സ്ത്രീക്ക് ഒരു ഭാവമാറ്റവുമില്ല. അവരുടെ വലത് കൈ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് ഉയർന്നു. ആ കൈ ഉയരുകയും ഒന്ന് ചലിക്കുകയും ചെയ്തതും ആ പ്രകാശം അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ആ പ്രകാശം അപ്രത്യക്ഷമായ ആ നിമിഷത്തിൽ ആ കൂറ്റൻ ശവക്കല്ലറ കഷ്ണങ്ങളായി ചിതറുകയും ചെയ്തു. ഹെവൻലി സിൻ അതിശക്തമായ ഒരു എൻറ്റിറ്റിയാണ്. വളരെ ശ്രദ്ധാപൂർവം ലോർഡ് ഓഫ് ഒറിജിൻ ആളുകളെ നിയന്ത്രിക്കാനായി ഉണ്ടാക്കിയെടുത്ത ആ ഹെവൻലി സിൻ ആ നിമിഷത്തിൽ ശരിക്കും ശുദ്ധശൂന്യതയിൽ അങ്ങ് ലയിച്ചു ചേർന്നു. ഹെവൻലി സിൻ എന്ന സങ്കല്പം തന്നെ അവിടെ അങ്ങ് അവസാനിച്ചു എന്ന് പറയാം. ആ ഹെവൻലി സിൻ പൊട്ടിത്തകർന്ന് ചെറു കണികളായി മാറുമ്പോൾ അവിടെ നിന്ന് ഇഷ്ടംപോലെ പ്രകാശം പല ഭാഗത്തേക്ക് അങ്ങനെ പായുകയാണ്. തളയ്ക്കപ്പെട്ടിരുന്ന ഗോസ്റ്റുകളും മനുഷ്യരും എന്ന് വേണ്ട സകല ആളുകളും അവരുടെ ആ സോളുകളുമായി ഓടി രക്ഷപ്പെടുന്ന ഒരു രംഗത്തിനാണ് മറ്റുള്ളവർ സാക്ഷിയാവുന്നത്. ഹെവൻലി സിനിൽ ലക്ഷക്കണക്കിന് സോളുകൾ ആ ലോർഡ് ഓഫ് ഒറിജിൻ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ മാസ്ക് സ്ത്രീയുടെ ആ കൈ ആക്ഷന്റെ ഫലമായിട്ട് ചിതറുകയാണ്. പക്ഷെ ആ നിമിഷത്തിൽ ഒരു സന്തോഷം മാസ്ക് സ്ത്രീയുടെ മുഖത്ത് കാണുന്നതിന് പകരം അവരുടെ ചുണ്ടുകളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു പുഞ്ചിരി വിരിയുകയാണ്. ആ പുഞ്ചിരിയിൽ എല്ലാം ഉണ്ട്. അത് കണ്ട ഇമോർട്ടൽ ക്രെയിൻ മാസ്ക് സ്ത്രീയോട് പറഞ്ഞു, അവസാന യുദ്ധത്തിനുള്ള സമയമായി. അങ്ങനെ അവർ പറയുമ്പോഴേക്കും ആ എൻറ്റയർ അന്തരീക്ഷം ഒന്ന് മാറി. ശരിക്കും ഒരു വലിയ ചുഴി എവിടെ നിന്നും അറിയത്തില്ല പെട്ടെന്ന് ആ എൻറ്റയർ മേഖലയിലും വന്നുപെടുകയാണ്. അതിശക്തമായ ഒരു ചുഴി. ആ ചുഴി പെട്ടെന്ന് ആ എൻറ്റയർ മേഖലയിലും പറന്നടിച്ചതും മാർക്കും ഫാറ്റിയും ചാങ്മാങ്ങും ജൂവും പെട്ടെന്നാണ് ഒരുപാട് പുറകോട്ട് തള്ളപ്പെടുന്നത്. ശരിക്കും ശ്രീഹരി അവരെ അതിശക്തമായി തള്ളി മാറ്റുകയാണ്. തള്ളി മാറ്റി എന്ന് പറയുന്നതിന് പകരം
ആ ഇൻസ്ട്രക്ടർ ഓഫ് ഗോഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ശ്രീഹരി അവരെ അവിടുന്ന് പിടിച്ചു മാറ്റി എന്നതാണ് സത്യം. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്കിനോ കൂട്ടർക്കും മനസ്സിലാക്കും മുമ്പ് അവിടെ ആ എൻറ്റയർ മേഖലയും ഒരു ചുഴിയിൽ ഏതാണ്ട് പൂർണ്ണമായും പെട്ടു എന്ന് പറയാം. ആ ചുഴി സകല സ്ഥലവും കവർ ചെയ്യുമ്പോൾ ലോർഡ് ഓഫ് ഫെയ്റ്റ് അറിയാതെ പറഞ്ഞു പോവുകയാണ്, എൻ്റെ ശക്തി ചോരുന്നു. ലോർഡ് ഓഫ് ഫെയ്റ്റ് എന്ന് പറയുമ്പോൾ അതേ ഡയലോഗ് ബാക്കിയുള്ള ഗോഡുകളും വിളിച്ചു പറയുകയാണ്. അവരുടെയൊക്കെ ശക്തി വൻതോതിൽ കുറയുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കും മുമ്പ് ആ എൻറ്റയർ ഗോഡുകളുടെ പവറും അവരുടെ ബോഡിയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടു. ആ പവർ അവരുടെ ബോഡിയിൽ നിന്ന് പോയതും അവരെല്ലാം സാധാരണ മനുഷ്യരോ ഏലിയൻ റേസിലെ ആളുകളോ ഒക്കെയായി മാറുകയാണ്. ഡീമനുകളും ഒക്കെ ഉണ്ട്. അവരുടെ എൻറ്റയർ ഡിവൈൻ പവറും ഇതാ വലിച്ചെടുക്കപ്പെടുകയാണ്. ആ എൻറ്റയർ ഡിവൈൻ പവറും പെട്ടെന്ന് ആ ചുഴിയുടെ ഭാഗമായി മാറി. ആ ചുഴി അതിശക്തമായ ആ എൻറ്റയർ മേഖലയിലും അങ്ങനെ കറങ്ങി അടിക്കുമ്പോൾ പെട്ടെന്നാണ് ആ ഇരുട്ട് മാറി അവിടെ ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നത്. ആ രൂപത്തെ ശ്രീഹരിയും ശ്രീറാമും ഇമോർട്ടൽ ക്രെയിനും അതുപോലെ മാസ്ക് വെച്ച സ്ത്രീയും കണ്ടു. ആ രൂപത്തെ ശ്രീഹരിക്ക് അറിയാം, അത് സാക്ഷാൽ ലൂസിഫറാണ്. സെയിന്റ് വേൾഡിലെ ആ 18 കിങ്ഡങ്ങളിൽ ഒന്നിന്റെ അധിപനായ ലൂസിഫർ. ലൂസിഫറിന്റെ പവർ ഡിവൈൻ വേൾഡിലെ ഗോഡുകൾ ചേർന്ന് രണ്ടായി മുറിച്ച് ഒരു ഭാഗത്തെ സീൽ ചെയ്തിരിക്കുകയായിരുന്നു. ആ സീൽ ചെയ്യപ്പെട്ട ഭാഗമാണ് പുറത്തെത്തി ആ പെൺകുട്ടിയായി മാറിയത്. ശരിക്കും ആ പെൺകുട്ടിയുടെ പവർ കൂടി ചേർന്ന് ഇപ്പോൾ ഇതാ ലൂസിഫർ ഫുൾ പവറിൽ ആ ഡിവൈൻ വേൾഡിൽ എത്തിയിരിക്കുകയാണ്. ഡിവൈൻ വേൾഡിൽ എത്തിയിരിക്കുന്ന ലൂസിഫറിന് ചുറ്റുമായി ഒരു കറുത്ത ചുഴി ഇങ്ങനെ കറങ്ങുകയാണ്. ആ വലിച്ചെടുക്കപ്പെട്ട മുഴുവൻ ഡിവൈൻ പവറുകളും അതിവേഗം ലൂസിഫറിന്റെ ബോഡിയിലേക്ക് ലയിച്ചു ചേരുന്ന അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച ഇതിനിടയിൽ സകലരും കാണുകയാണ്. ലൂസിഫർ ദ ഫോളൻ ഏഞ്ചൽ എന്ന് വിളിക്കപ്പെടുന്ന ലൂസിഫറിന്റെ പുറത്ത് ഇപ്പോൾ അനവധി ചിറകുകൾ കാണാം. ശരിക്കും കറുത്ത ചിറകുകളുള്ള ലൂസിഫറിന്റെ ബോഡിയിലേക്ക് ആ എൻ്റെ ഡിവിനിറ്റിയും അങ്ങനെ ഇടിച്ചു കയറുമ്പോൾ ലൂസിഫറിന്റെ പവർ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും ഈ നിമിഷത്തിൽ നമുക്ക് പാത്ത് ഓഫ് ഹെവൻ എന്താണെന്ന് കാണാൻ പറ്റുകയാണ്. ആകാശത്തു നിന്ന് ഒരു നദി പോലെ ഊർജ്ജം ഇങ്ങനെ പാഞ്ഞു വന്ന് ലൂസിഫറിനെ പൂർണ്ണമായി വിഴുങ്ങിയിട്ടുണ്ട്. ഹോളി റീജിയനിൽ വെച്ചും അതുപോലെ സെയിന്റ് വേൾഡിൽ വെച്ചും നമ്മൾ കണ്ട ആകാശത്തു നിന്ന് പാഞ്ഞു വരുന്ന ആ മിന്നലുകൾ സൃഷ്ടിക്കുന്ന ആ പ്രകാശം, ആ ഊർജം ഇതാ പൂർണ്ണമായ ഒരു നദി പോലെ ലൂസിഫറിന്റെ ബോഡിയിലേക്ക് അങ്ങനെ വരികയാണ്. ലൂസിഫറിലേക്ക് പാത്ത് ഓഫ് ഹെവൻ അതിന്റെ പൂർണ്ണ ശക്തി കേന്ദ്രീകരിക്കുകയാണ്. ഈ കാഴ്ച കണ്ട മാസ്ക് വെച്ച സ്ത്രീയും അതുപോലെ എമോട്ടക്രൈനും ഒന്ന് മുഖത്തോട് പോകാൻ നോക്കി. ലൂസിഫറിലേക്ക് പാത്ത് ഓഫ് ഹെവൻ ആ ശക്തി കൊണ്ടുവരികയാണ്. ലൂസിഫറിലൂടെ പഴയ കാലത്തെ എമോട്ടൽ ചക്രവർത്തിമാരായ എമോട്ടക്രൈനെയും ഷിയാവൂനെയും നേരിടുക എന്നുള്ളതാണ് പാത്ത് ഓഫ് ഹെവന്റെ ലക്ഷ്യം. ആ കാര്യം അവർക്ക് രണ്ടുപേർക്കും പകൽ പോലെ വ്യക്തമാണ്. ഈ ചുഴിയിൽ പെടാതെ രക്ഷപ്പെട്ട് നിൽക്കുന്നത് ശ്രീറാം മാത്രമാണ്. ശ്രീഹരി ഈ സമയത്ത് ഇൻവെസ്റ്റർ ഗോഡ്സിനകത്ത് കയറി മാർക്കിനും ടീമിനും അടുത്തെത്തിയിട്ടുണ്ട്. അവര് ഒത്തിരി ദൂരെ ശൂന്യതയിൽ ഈ കാഴ്ച വീക്ഷിക്കുമ്പോൾ ഇവിടെ ശ്രീറാം പാത്ത് ഓഫ് ഹെവന്റെ ആ വേൾഡിൽ നിന്ന് പുറത്തു കിടന്ന് ശ്രീറാമിൻ്റെതായ ഒരു വേൾഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു അമാനുഷികമായ സൃഷ്ടിയാണ് ശ്രീറാം നടത്തിയിരിക്കുന്നത്. ശ്രീറാം ആ വേൾഡിലാണ്. എന്നാൽ പാത്ത് ഓഫ് ഹെവന്റെ തൊട്ട് മുന്നിൽ തന്നെയുണ്ട് ഇമോർട്ടൽ ചക്രവർത്തി, ഇമോർട്ടൽ ക്രെയിനും അതുപോലെ ഷിയ ഊ, ആ മാസ്ക് വെച്ച സ്ത്രീ. ലൂസിഫറിന്റെ ബോഡിയിലേക്ക് ആ ചുഴി വഴി വന്ന പ്രകാശം അങ്ങനെ ഇടിച്ചു കയറി ലൂസിഫറിന്റെ പവർ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് പല മേഖലയിൽ നിന്നുമായി ഒത്തിരിയേറെ പ്രകാശം അവിടേക്ക് വന്നു. ആ പ്രകാശം പെട്ടെന്നാണ് ഒന്ന് കറങ്ങി തുടങ്ങിയത്. ആ പ്രകാശം ലൂസിഫറിന്റെ മുന്നിലാണ് കറങ്ങുന്നത്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പ്രകാശത്തിലേക്ക് സകല ആളുകളുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ആ പ്രകാശം സാവധാനം ഒരു കിരീടമായി മാറി. അതിമനോഹരമായ ഒരു കിരീടം ഇതാ ശുദ്ധ ശൂന്യതയിൽ ലൂസിഫറിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും സകല പവറും ആ കിരീടത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു എന്ന് പറയാം. അത് കണ്ടത് ലൂസിഫർ തറയിലേക്ക് മുട്ടുകുത്തുകയാണ്. ഒരു കാല് മാത്രം തറയിൽ കുത്തി 2 കൈ കൊണ്ടും ലൂസിഫർ ആ കിരീടത്തെ ഒന്ന് തൊഴുതു. ശ്രീറാമും എമോട്ടക്രൈനും മാസ്ക് വെച്ച സ്ത്രീയും ആ കാഴ്ച കാണുകയാണ്. അങ്ങ് വിദൂരതയിൽ മാർക്ക് ഉൾപ്പെടെയുള്ള ടീമും അത് കാണുന്നുണ്ട്. ശക്തി നഷ്ടപ്പെട്ട ഗോഡുകളും ആ കാഴ്ച കാണുകയാണ്. സകലരും എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ആ കാഴ്ചയിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ ആ കിരീടം ഒന്ന് പൊങ്ങി ഉയർന്ന് ലൂസിഫറിന്റെ തലയിൽ വളരെ സമർത്ഥമായി വന്നങ്ങ് വീണു. ശരിക്കും ഒരാളെ എടുത്തു വെച്ചതുപോലെ ആ കിരീടം ലൂസിഫറിന്റെ തലയിലെങ്ങ് ഉറച്ചു. ലൂസിഫറിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു.
ആ നിമിഷത്തിൽ ലൂസിഫറുടെ ഇടത് കൈയുടെ ചൂണ്ടുവിരലും നടുവിരലും ഒന്ന് നേരെ ആയുധം അതിൽ നിന്ന് ബുള്ളറ്റ് പോലെ ഒരു പ്രകാശം പുറത്തേക്ക് പായുകയാണ്. ആ പ്രകാശം പെട്ടെന്ന് ഒരു വെടിയുണ്ടയുടെ അത്രയും വലിപ്പത്തിലേക്ക് മാറി. ശക്തമായ പ്രകാശം ലക്ഷ്യമിടുന്നത് ആ മാസ്ക് വെച്ച സ്ത്രീയാണ്. ആ മാസ്ക് വെച്ച സ്ത്രീയുടെ നേരെ ആ ശക്തമായ പ്രകാശം പാഞ്ഞു വന്നതും ആ മാസ്ക് വെച്ച സ്ത്രീ അവരുടെ കൈയൊന്ന് ഉയർത്തി. ആ കൈ ഉയർത്തിയതും ആ കൈക്ക് മുന്നിലായി സ്വസ്തിക രൂപത്തിലുള്ള ഒരു ചിഹ്നം പ്രത്യക്ഷപ്പെട്ടു. ശരിക്കും അതൊരു സീലാണ്. ആ സീലിലേക്ക് പെട്ടെന്നാണ് ലൂസിഫറിന്റെ കയ്യിലെ ആ പ്രകാശം വന്നിടിച്ചത്. ശരിക്കും ഒരു പീരങ്ക വന്നിടിച്ചത് ആ സ്വസ്തികയിലാണ്. രണ്ടും തമ്മിൽ കൂട്ടിമുട്ടിയതും വൻ സ്ഫോടനം ആ ഭാഗത്തുണ്ടായി. ശരിക്കും കാതടച്ചു പോകുന്ന ശബ്ദവും അതിനൊത്ത് ഒരു പ്രകാശ വിന്യാസവും. ആ പ്രകാശം ഒന്ന് കെട്ടടങ്ങുമ്പോൾ കുറച്ച് പുറകിലോട്ട് ആ മാസ്ക് വെച്ച സ്ത്രീ തെറിച്ചിട്ടുണ്ട്. ശരിക്കും ആ സ്ത്രീയെ പുറകോട്ട് തെറിപ്പിക്കാനുള്ള പവർ ലൂസിഫറിന്റെ ആ ആക്ഷനുണ്ട്. ഇത് കണ്ട ആ ലോർഡ് ഓഫ് ഫോർജിന്റെ ശ്വാസം ഏതാണ്ട് നിലച്ചതുപോലെയാണ്. ലോർഡ് ഓഫ് ഫോർജിൻ മാത്രമല്ല, കൂടുതലുള്ള സകല ലോഡുകളും ശരിക്കും ഞെട്ടിപ്പോയിരിക്കുകയാണ്. ലൂസിഫറിന്റെ ആ ഇടത് കൈയുടെ പവർ അവർക്ക് അളക്കാൻ പറ്റും. ആ പവറിനെ മറുഭാഗത്തുള്ള ആ മാസ്ക് വെച്ച സ്ത്രീ ശരിക്കും തടുത്തിരിക്കുകയാണ്. അവര് ഇപ്പോഴും ജീവനോട് തന്നെയുണ്ട്. അത് കുറച്ച് പുറകോട്ട് തള്ളപ്പെട്ടു എന്നേ ഉള്ളൂ. പാത്ത് ഓഫ് ഹെവന്റെ ഫുൾ പവറാണ് ലൂസിഫറിന്റെ ആ ആക്ഷന്റെ പുറകിലുള്ളത്. പാത്ത് ഓഫ് ഹെവന്റെ ആ പവറിനെ ആ സ്ത്രീ ഇതാ തടുത്തിരിക്കുന്നു. ഇപ്പൊ ആ സ്ത്രീയെ നമുക്ക് മാസ്ക് വെച്ച സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ആ വെള്ളി നിറത്തുള്ള മാസ്ക് അവരുടെ മുഖത്ത് നിന്ന് ഇളകിപ്പോയിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ആ മാസ്ക് ഇല്ലാതെ തന്നെ ആളെ കാണാം. സാക്ഷാൽ ഷിയാവൂവിനെയാണ് നമ്മൾ കാണുന്നത്. ഷിയാവൂവിന്റെ തൊട്ടടുത്തേക്ക് ഈ നിമിഷത്തിൽ ഇമോട്ടക്രൈൻ എത്തിയിരുന്നു. ഷിയാവൂ ഒന്ന് പുറകോട്ട് മറിഞ്ഞപ്പോഴാണ് ഇമോട്ടക്രൈൻ അയാളുടെ കൈ കൊണ്ട് ഷിയാവൂവിനെ ചേർത്ത് നിർത്തിയത്. അവർ തമ്മിൽ എന്തോ ഒരു കെമിസ്ട്രി നേരത്തെ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു തോന്നൽ ഇമോട്ടക്രൈൻ ഷിയാവൂവിനെ അങ്ങനെ ചേർത്ത് നിർത്തുന്നത് കാണുമ്പോൾ ആർക്കും തോന്നും, ഏയ് ഷിയ ഒന്നും സംഭവിച്ചില്ലല്ലോ. മാർക്ക് ഫെല്ലർ വിളിക്കുന്ന ആ പേര് ഇതാ ആദ്യമായി ഇമോട്ടക്രൈൻ ഷിയാവൂവിന് നേരെ വിളിക്കുകയാണ്. ഹേയ് ടൈലർ, ഒന്നും പറ്റിയില്ല. ഇമോട്ടക്രൈനെ നോക്കിക്കൊണ്ട് ഷിയാവൂ വിളിച്ച പേര് ടൈലർ എന്നാണ്. ടൈലർ എന്ന് തന്നെ ഷിയാവൂ വിളിച്ചപ്പോൾ ഇമോട്ടക്രൈന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. രണ്ടുപേരുടെയും ഉള്ളിൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പിലുള്ള പല രംഗങ്ങളും ഇങ്ങനെ അലയടിച്ച് കടന്നു വരികയാണ്. അവർ രണ്ടുപേരും അതിശക്തരായ യോദ്ധാക്കളായിരുന്നു. കൾട്ടിവേഷൻ മേഖലയിൽ അവർക്ക് പകരം വയ്ക്കാൻ ആളുകളില്ലാതിരുന്ന ഒരു കാലഘട്ടം. അവര് പല ലെവലുകൾ കടന്ന് അവസാനം ആ ഡിവിനിറ്റി വേൾഡും കടന്ന് ഇമോർട്ടൽ ചക്രവർത്തിമാരായ ആ കാലഘട്ടം. അവർക്കൊപ്പം ടിയാമിൻ ബ്ലാക്കും മറ്റ് രണ്ടാളുകൾ കൂടി അതേ സമയത്താണ് ഇമോർട്ടൽ ചക്രവർത്തിമാരായത്. 5 ഇമോർട്ടൽ ചക്രവർത്തിമാർ ഒരേ ആത്മാവും ഒരേ ചിന്തയും പങ്കുവെച്ച് ആ കാലഘട്ടം. അത് ഇതാ ഒരു ചലച്ചിത്രം പോലെ ടൈലറുടെയും ഷിയാവൂവിൻ്റെയും മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പാണ് അത് സംഭവിച്ചത്. അന്ന് ഈ പ്രപഞ്ചത്തിൽ അവരെക്കാൾ ശക്തരായ ആരുമില്ല എന്ന് വിശ്വസിക്കാനാണ് അവർക്കിഷ്ടം. പാത്ത് ഓഫ് ഹെവൻ അവരുടെ ആ വളർച്ചയെ പലതവണ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ആ തടസ്സം ഇനി ഒരാൾക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പാത്ത് ഓഫ് ഹെവൻ തന്നെ പൊളിച്ചു കളയാം എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് ആ 5 അംഗ ടീം കടന്നു വന്നതൊക്കെ ഒരു ചലച്ചിത്രം പോലെ ഇപ്പോൾ അവരുടെ മനസ്സിലുണ്ട്. ഷിയാവൂ ടൈലറോട് പറഞ്ഞു, ടൈലർ, നമ്മൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതിന് പിന്നിൽ എന്തായാലും ഒരു കാരണമുണ്ടാകും. അതേ ഷിയ, ശരിക്കും അത് മാർക്ക് ഫെല്ലറുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഇമോട്ടക്രൈൻ എന്ന ടൈലർ പറഞ്ഞതും ഷിയാവൂ ടൈലർ എന്ന ഇമോട്ടക്രൈനോട് പറഞ്ഞു, പക്ഷേ മാർക്ക് ആ ലോർഡ് ഓഫ് ടൈമിൻ്റെ പിടിയിലാണ്. അവൻ്റെ നെറ്റിയിൽ ഇപ്പോൾ 2 സൺ ഡയലുകളുണ്ട്. അതിനെ മറികടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഷിയ, എത്രയെങ്കിലും കാലങ്ങൾക്ക് മുമ്പ് അവസാനിച്ച ആളുകളാണ് നമ്മൾ രണ്ടുപേരും. ആ നമ്മൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇവിടെ ഈ ഡിവൈൻ വേൾഡിൽ ഇങ്ങനെ നിൽക്കുന്നത് മാർക്കുമായി കണക്ട് ചെയ്യപ്പെട്ടത് കൊണ്ടാണ്. അതൊരു മിറാക്കിളാണ്. തികച്ചും യാദൃശ്യമായിട്ടല്ല ഇമോട്ടക്രൈനും അതുപോലെ ഷിയാവൂവും മാർക്ക് ഫെല്ലറെ കണ്ടുമുട്ടിയത്. അത് സംഭവിക്കാൻ വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. ആ ഒരു ധാരണയാണ് ഇപ്പോൾ രണ്ടുപേർക്കും ഉള്ളത്. അതുകൊണ്ടാണ് ഇമോട്ടക്രൈൻ അങ്ങനെ പറഞ്ഞത്. നമുക്ക് മാർക്കിനെ അങ്ങനെ വില കുറിച്ച് കാണാനാവില്ല. അവൻ ലോർഡ് ഫെല്ലറുടെ മകനാണ്. എന്തോ ഒരു മുൻജന്മ ബന്ധം മാർക്ക് ഫെല്ലറുമായി അവർക്ക് രണ്ടുപേർക്കും മാർക്കിനെ കണ്ടുമുട്ടിയ ആ കാലഘട്ടം മുതൽ ഒരു തോന്നലുണ്ട്. ഇപ്പോഴാണ് ആ യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നത്.
അവരെ രക്ഷിച്ച സാക്ഷാൽ ഗാർഡിയന്റെ മകനാണ് മാർക്ക് ഫെല്ലർ. ആ ഒരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് വരുന്ന ആ സമയത്ത് യുദ്ധകളത്തിൽ ലൂസിഫർ ശരിക്കും ശക്തനായി മാറിക്കഴിഞ്ഞു. ലൂസിഫറുടെ തലയിലേക്ക് ആ കിരീടം കൂടി വന്നതോടുകൂടി ലൂസിഫറുടെ ബോഡിക്ക് ചുറ്റും അതിശക്തമായ ഒരു ഓറ ഉണ്ടായിരിക്കുകയാണ്. ഒരു ഓറയല്ല, മഴവില്ലിനെ അനുസ്മരിപ്പിക്കുന്ന ശൈലിയിൽ അനവധി നിറങ്ങളുടെ ഓറകളാണ് ഇപ്പോ ലൂസിഫറിന് ചുറ്റുമുള്ളത്. ലൂസിഫർ ആ ഓറയ്ക്കുള്ളിൽ വല്ലാത്തൊരു കാഴ്ചയാണ്. സകല ദീപങ്ങളും ലൂസിഫറിന്റെ ആ മാറ്റം വല്ലാത്തൊരു അമ്പരപ്പോടുകൂടി കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ സമയത്ത് ലൂസിഫർ കൈ ഒന്ന് അനക്കി. ലൂസിഫർ ആ കൈ അനക്കിയതും ശക്തമായ ഒരു പ്രഷർ ലൂസിഫറിനും ഷിയാവൂനും ഇടയിൽ ഉണ്ടാവുകയാണ്. ശരിക്കും ആ രണ്ട് വ്യക്തികൾക്കിടയിൽ ഒരു തരത്തിലുമുള്ള ചലനവും ഉണ്ടായിട്ടില്ലെങ്കിലും ഒരു പ്രഷർ ഓട്ടോമാറ്റിക്കായിട്ട് ആ ശൂന്യതയിലുണ്ടായി. ശരിക്കും ആ എൻറ്റയർ സ്ഥലത്തെയും തന്റെ വിരൽത്തുമ്പോട് നിയന്ത്രിക്കുകയാണ് ഈ സമയത്ത് ലൂസിഫർ. ലൂസിഫറിന് പാത്തോഹവന്റെ ശക്തി പ്രദാനം ചെയ്തിരിക്കുന്നതുകൊണ്ട് അവിശ്വസനീയമായ ഒരു പവർ ഇപ്പോൾ ലൂസിഫറിനുണ്ട്. ലൂസിഫർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം അതുപോലെ സംഭവിപ്പിക്കാനുള്ള ഒരു ശേഷി ലൂസിഫറിന് ഉണ്ടെന്ന് അർത്ഥം. ലൂസിഫറിന്റെ കൈയൊന്ന് അനങ്ങിയതും ലൂസിഫറിനും ഷിയാവൂനും ഇടയിലുള്ള ആ വായു പെട്ടെന്ന് ഒരു സ്ഫോടനത്തോടുകൂടി പൊട്ടിത്തെറിച്ചു. ആ സ്ഫോടനം ഷിയാവൂനെ ശരിക്കും പുറകോട്ടങ്ങ് തെറിപ്പിക്കുകയാണ്. ഷിയാവു പുറകോട്ട് തെറിച്ചതും ഇമോർട്ടൽ ക്രെയിൻ ഷിയാവൂനെ ചേർത്തങ്ങ് പിടിച്ചു. ഹേയ് ഷിയ, കുഴപ്പമുണ്ടോ? ഏയ് ഒന്നുമില്ല. അങ്ങനെ പറയുമ്പോൾ തന്നെ ഷിയാവുവിന്റെ പവർ അങ്ങ് വർദ്ധിക്കുന്ന ഒരു ഫീല് ഷിയാവുവിനെ ചേർത്ത് പിടിക്കുന്ന ഇമോർട്ടൽ ക്രെയിന് മനസ്സിലാകുന്നുണ്ട്. ഓരോ നിമിഷം കഴിയുന്നോറും ഷിയാവും അതുപോലെ ഇമോർട്ടൽ ക്രെയിനും അവരുടെ പഴയ പവറിലേക്ക് മടങ്ങുകയാണ്. അവർ രണ്ടുപേരും ഇമോർട്ടൽ ചക്രവർത്തിമാർ ആയിരുന്നവരാണ്. ആ ഇമോർട്ടൽ ചക്രവർത്തിമാർ പാത്തോഹവന്റെ ഓപ്പോസിറ്റ് പാതയിൽ സഞ്ചരിക്കാൻ താല്പര്യം കാണിച്ചവരുമാണ്. അവരുടെ ആ പഴയ പവറിലേക്ക് അവര് പതുക്കെ പതുക്കെ വരുമ്പോൾ ഇമോർട്ടൽ ക്രെയിൻ ഷിയാവുവിനോട് പറഞ്ഞു, ഷിയ ഇനി ഞാൻ നോക്കാം. അങ്ങനെ പറഞ്ഞ ഇമോർട്ടൽ ക്രെയിൻ അയാളുടെ കൈകൾ ഒരു പ്രത്യേക രീതിയിൽ ഒന്ന് ചലിപ്പിച്ചതും അയാളുടെ കൈവിരലുകൾക്ക് മുന്നിലായി ചെറിയ ചെറിയ കുമിളകൾ ഉണ്ടായി. ആ കുമിളകൾ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ ഒരാൾക്കും കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇമോർട്ടൽ ക്രെയിൻ്റെ വിരലുകളുടെ അനക്കത്തിനനുസരിച്ച് അയാളുടെ വിരലുകളിൽ നിന്ന് കുമിളകൾ അടർന്നടർന്ന് വീഴുകയാണ്. ഇഷ്ടംപോലെ കുമിളകളാണ് പെട്ടെന്ന് ഇമോർട്ടൽ ക്രെയിന് മുന്നിലുണ്ടായത്. ആ കുമിളകൾ ഉണ്ടായ ആ നിമിഷത്തിൽ ഇമോർട്ടൽ ക്രെയിൻ അയാളുടെ കൈ ആ കുമിളകളുടെ നേരെ പിടിച്ച് പതുക്കെ വോളിബോൾ പ്രസ് ചെയ്യും പോലെ ഒന്ന് പ്രസ് ചെയ്തു. ശരിക്കും പന്ത് പ്രസ് ചെയ്യുന്ന ശൈലിയിൽ ഇമോർട്ടൽ ക്രെയിൻ ആ കുമിളകൾ പ്രസ് ചെയ്തതും ആ കുമിളകൾ അതിവേഗം ലൂസിഫർ നേരെ പാഞ്ഞു വരികയാണ്. ശരിക്കും ഒരു പീരങ്കിൽ നിന്ന് വെടിയുണ്ടകൾ പാഞ്ഞു വരും പോലെ ലൂസിഫറിന്റെ അടുത്തേക്ക് ഇമോർട്ടൽ ക്രെയിൻ്റെ അടുത്തുനിന്ന് ആ കുമിളകൾ അങ്ങ് പാഞ്ഞു വരുന്നതും പൊട്ടിത്തെറിക്കുന്നതും ഒരേ വേഗതയിലാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ ഒരുപാട് ബബിളുകൾ ആ ലൂസിഫറിന്റെ ചുറ്റുമായി പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു വൻ സ്ഫോടനത്തിനകത്ത് ലൂസിഫർ പെട്ടതുപോലെയായി. ലൂസിഫറിന്റെ ചുറ്റുമുള്ള എല്ലാ സംവിധാനങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് ഇമോർട്ടൽ ചക്രവർത്തിയായിരുന്ന സാക്ഷാൽ ഇമോർട്ടൽ ക്രെയിൻ്റെ ആ കൈവിരൽ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആ കുമിളകൾ പൊട്ടിത്തെറിക്കുകയാണ്. അവിടെ ഇങ്ങനെ ആ വൻ സ്ഫോടനം നടക്കുമ്പോൾ ശ്രീഹരി മാർക്കിനെയും കൊണ്ട് ഒത്തിരി ദൂരത്തേക്ക് മാറിയിരിക്കുകയാണ്. ഈ സമയത്ത് ഇൻവെസ്റ്റർ ഗോഡ്സിനകത്തുള്ള മാർക്ക് ഫെല്ലറുടെ നെറ്റിയിലെ ആ രണ്ട് സൺ ഡയലുകളും അതിശക്തമായി തിളങ്ങുകയാണ്. ആ കാഴ്ച കണ്ടതും ശ്രീഹരി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ലോഡ് ഓഫ് ടൈം നിന്നെ വിളിച്ചു തുടങ്ങി. മാർക്കിനും അത് മനസ്സിലാകുന്നുണ്ട്. ശരിക്കും മാർക്കിനെ ആരോ വലിക്കുന്ന പോലെ ഒരു ഫീല് മാർക്കിന് അനുഭവപ്പെടുന്നുണ്ട്. ഫാറ്റിസ്യൂതും ജൂവും ചാങ്മാവും ഒക്കെ ആ കാഴ്ച കാണുന്നുണ്ട്. അവർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. വിളിക്കുന്നത് ലോഡ് ഓഫ് ടൈമാണ്. ആത്യന്തികമായി സകല കാര്യങ്ങളും അവസാനിക്കുന്നത് കാലത്തിലാണ്. ആ കാലമാണ് മാർക്കിനെ തിരിച്ചു വിളിക്കുന്നത്. മാർക്കിനെ തൻ്റെ ആ നോർത്ത് വെസ്റ്റ് യൂഡോയിലേക്ക് തിരിച്ചു വിളിക്കുന്ന ലോഡ് ഓഫ് ടൈമിന്റെ ആ വിളിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും പറ്റില്ല. അക്കാര്യം ശ്രീഹരിക്ക് അറിയാം. ശ്രീഹരി ലേശ വിഷമത്തോടെ മാർക്കിനെ നോക്കുമ്പോൾ മാർക്ക് ശ്രീഹരിയോട് പറഞ്ഞു, സീനിയർ, അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഞാൻ എന്തായാലും നോർത്ത് വെസ്റ്റ് യൂഡോയിലേക്ക് ഒരു യാത്ര നടത്തി നോക്കാം. അങ്ങനെ പറഞ്ഞ മാർക്ക് ഫെല്ലർ പെട്ടെന്ന് തന്നെ ആ ഇൻവെസ്റ്റർ ഗോഡ്സിനകത്തുനിന്ന് പുറത്തേക്കിറങ്ങി നോർത്ത് വെസ്റ്റ് യൂഡോ ലക്ഷ്യമാക്കി ഒരൊറ്റ പറക്കൽ. ഇപ്പോ ഡിവൈൻ ഏരിയയും സെയിന്റ് ഏരിയയും തമ്മിലുള്ള ആ അതിർത്തി എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നതുകൊണ്ട് മാർക്കിന്റെ യാത്ര വളരെ സുഗമമാണ്. മാർക്ക് അതിവേഗം നോർത്ത് വെസ്റ്റ് യൂഡോയിലേക്ക് അങ്ങനെ പാഞ്ഞു പോകുമ്പോൾ മാർക്ക് പോലും അറിയാതെ മാർക്കിന്റെ ആ വേഗത കൂടുകയാണ്. മാർക്കിനെ
ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് ആരോ വലിച്ചെടുക്കുന്ന പോലെ ഒരു ഫീല് മാർക്കിനുണ്ട്. മാർക്ക് പക്ഷേ രണ്ടും കൽപ്പിച്ചാണ്. അതുകൊണ്ട് തന്നെ ആ ശക്തി തന്നെ വലിച്ചെടുക്കുന്നത് മാർക്ക് മനസ്സിലാക്കിയെങ്കിലും ആ ശക്തിയിലേക്ക് തന്നെ മാർക്ക് നീങ്ങുകയാണ്. ലോഡ് ഓഫ് ടൈം മാർക്കിനെ നിയന്ത്രിക്കുന്നുണ്ട്. ആ നിയന്ത്രണം ഒഴിവാക്കിയില്ലെങ്കിൽ മാർക്കിന് ഒരു ലൈഫില്ല. ലോഡ് ഓഫ് ടൈമിന്റെ ആ നിയന്ത്രണത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം, അതാണ് അവിടേക്ക് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്കിന്റെ ഉള്ളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ചോദ്യം. ഈ സമയത്ത് ഇമോർട്ടൽ ക്രെയിനും ഷിയ ഊനും ഒപ്പം ശ്രീറാമും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ശ്രീറാം അവർക്കൊപ്പം ജോയിൻ ചെയ്തതും ആ ഗോഡ് ഓഫ് ഡാർക്ക്നെസിന്റെ പവർ ഉൾക്കൊണ്ടുകൊണ്ട് ലൂസിഫർ പെട്ടെന്നാണ് ശ്രീറാമിനെ ആക്രമിച്ചത്. ശ്രീറാമിന്റെ നേരെ അതിശക്തമായ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്ത ലൂസിഫറിന്റെ കയ്യിൽ നിന്ന് അനവധി ചങ്ങലകൾ പോലെ പ്രകാശരശ്മികൾ ശ്രീറാമിന് നേരെ പാഞ്ഞു വന്നതും ശ്രീറാം പെട്ടെന്ന് രണ്ട് കൈകളും മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ആ മുന്നിലുള്ള വായുവിനെ രണ്ടായി വലിച്ച് ഒരൊറ്റ കീറൽ. അങ്ങനെ വലിച്ചു കീറിയതും ശ്രീറാമിന്റെ തൊട്ടു മുന്നിൽ ഒരു വലിയ ശൂന്യത ഉണ്ടാവുകയാണ്. കറുപ്പ് മാത്രമുള്ള ഒരു ശൂന്യത. ആ ശൂന്യതയിലേക്കാണ് ശരിക്കും ലൂസിഫറിന്റെ ആ പ്രകാശം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ചങ്ങലകൾ പാഞ്ഞു വരുന്നത്. റാഷമോണാണ് യഥാർത്ഥത്തിൽ അവിടെ ശ്രീറാം സൃഷ്ടിച്ചത്. ശ്രീറാമിന്റെ ആ റാഷമോണിനകത്തേക്ക് ആ ചങ്ങലകൾ വന്നു ചേർന്നതും ആ ചങ്ങലകൾ അപ്രത്യക്ഷമായതും ഒരേ നിമിഷത്തിലാണ്. ശ്വാസം അടക്കി പിടിച്ചാണ് മറ്റ് ഗോഡുകൾ ആ കാഴ്ച കണ്ടത്. പാത്തോഹവന്റെ പൂർണ്ണ ശക്തിയും ഇപ്പോ ലൂസിഫറിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ നിമിഷം കഴിയുന്തോറും ലൂസിഫറിന്റെ പവർ കൂടിക്കൂടി വരികയാണ്. ശ്രീറാം ഇമോർട്ടൽ ക്രെയിന് നേരത്തെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ള സമയത്ത് താൻ കൂടെ ഉണ്ടാവും. ആ വാക്ക് പാലിച്ചുകൊണ്ട് ശ്രീറാം ഇതാ ഇമോർട്ടൽ ക്രെയിന് ഒപ്പമെത്തി. ഇമോർട്ടൽ ക്രെയിന്റെ ഇടതുവശത്തായി എത്തിയ ശ്രീറാമിനോടായി ഇമോർട്ടൽ ക്രെയിൻ പറഞ്ഞു, ശ്രീറാം, ഈ യുദ്ധത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ല എന്നത് മറക്കരുത്. ഇമോർട്ടൽ ക്രെയിൻ, നിങ്ങൾക്കൊപ്പം യുദ്ധം ചെയ്യുക എന്നത് മാത്രമാണ് എന്റെ ടാർഗറ്റ്. അങ്ങനെ ശ്രീറാം പറയുമ്പോൾ ശ്രീറാം അടുത്ത് നിൽക്കുന്ന ഷിയാവൂനെ കാണുന്നുണ്ട്. ഷിയാവൂനെ കണ്ട് പരിചയമുണ്ട് ശ്രീറാമിന്, മാർക്കിനൊപ്പം. ഇതാ ആ അതിശക്തയായ പെൺകുട്ടി സുന്ദരിയായ യുവതിയായി മാറി അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ശ്രീറാമിന് ആ തോന്നലുണ്ട്, ഷിയാവു ശരിക്കും ഒരു ഇമ്മോർട്ടൽ ചക്രവർത്തിയുടെ ശക്തിയിലേക്ക് ഉയരുന്നു എന്നൊരു തോന്നലാണ് ശ്രീറാമിനുള്ളത്. ഈ സമയത്ത് ഇൻവെസ്റ്റർ ഗോഡ്സിന്റെ പ്രൊട്ടക്ഷനിൽ അവർക്ക് തൊട്ടു പുറകിൽ എത്തിയിരിക്കുന്ന ശ്രീഹരിയും അതാണ് ആലോചിക്കുന്നത്. ശ്രീറാം ഒരു ഇമ്മോർട്ടൽ ചക്രവർത്തിയായി മാറുന്നു. കാരണം ലൂസിഫറിന്റെ പവർഫുൾ അറ്റാക്കിനെ വളരെ എളുപ്പത്തിൽ നിഷ്പ്രയാസമാണ് ശ്രീറാം പരാജയപ്പെടുത്തിയത്. ശ്രീറാമും ഇമോർട്ടൽ ക്രെയിനും അതുപോലെ ഷിയാവുവും 3 ദിക്കുകളിലേക്ക് മാറി 3 ദിക്കിലൂടെ ലൂസിഫറെ അറ്റാക്ക് ചെയ്തു തുടങ്ങി. ലൂസിഫർ ഇപ്പോ ആ പ്രതലത്തിന്റെ നടുക്ക് നിൽക്കുകയാണ്. ലൂസിഫറിന്റെ ചുറ്റും ആ മഴവില്ലിന് നിറമുള്ള ഒരു ആവരണമുണ്ട്. ശരിക്കും 7 ലെയറുകളുള്ള ആവരണമാണെന്ന് പറയാം. ആ ആവരണത്തിൽ നിന്ന് അതിശക്തമായ പ്രകാശം എല്ലാ ഭാഗത്തേക്കും വ്യാപരിക്കുന്നുണ്ട്. ലൂസിഫർ കൈകൾ അനക്കുമ്പോൾ വൻതോതിലുള്ള പ്രഷറാണ് ആ കൈ അനക്കപ്പെടുന്ന ദിശയിലേക്ക് ഉണ്ടാകുന്നത്. പെട്ടെന്നാണ് ലൂസിഫർ 2 കൈയും ആകാശത്തേക്ക് ഉയർത്തി അയാളുടെ കൈ ഒരു പ്രത്യേക രീതിയിൽ ചലിപ്പിച്ചത്. ഒരു സ്വസ്തികയുടെ ശൈലിയിൽ ആ കൈകൾ ചലിപ്പിച്ചതും ആ എൻറ്റയർ മേഖലയും പെട്ടെന്ന് ഇരുണ്ടു. ആ എൻറ്റയർ മേഖലയിലെയും പ്രകാശത്തെ പാത്തോഹവന്റെ സർവശക്തിയും സമാഹരിക്കപ്പെട്ടിരിക്കുന്ന ലൂസിഫർ അവിടുന്ന് പിൻവലിച്ചു എന്ന് വ്യക്തം. പൂർണ്ണ നിശബ്ദതയാണ് അതിന്റെ ഫലമായി എല്ലാ ഭാഗത്തും ഉണ്ടായത്. പക്ഷെ ആ പൂർണ്ണ നിശബ്ദതയ്ക്കിടയിലും നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, ആ ഇരുട്ടത്ത് ഒത്ത നടുക്ക് സാക്ഷാൽ ലൂസിഫർ ഉണ്ടെന്നുള്ള കാര്യം. ലൂസിഫറെ 3 ദിക്കിലൂടെയും വളർന്നിരിക്കുന്ന ഷിയാവും ശ്രീറാമും ഇമോർട്ടൽ ക്രെയിനും അവരുടെ ഫുൾ പവർ ലൂസിഫറിൽ കേന്ദ്രീകരിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ അവിടെ ആ നോർത്ത് വെസ്റ്റ് യൂഡുവിന്റെ സമീപത്തേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് മാർക്ക് ഒരു വാതിൽ കാണുന്നത്. മാർക്കിന്റെ പാതയിൽ മാർക്ക് ഒരു വാതിൽ കാണുകയാണ്. ആ വാതിൽ മാർക്ക് കണ്ട അതേ നിമിഷത്തിൽ മാർക്ക് ആ വാതിലിനകത്തുള്ള പല കാഴ്ചകളും വളരെ വ്യക്തമായി ഒരു സിനിമ പോലെ കണ്ടു തുടങ്ങി. ആ കാഴ്ച മാർക്കിന്റെ ലൈഫാണ്. മാർക്കിന്റെ ജനനകാലം മുതലുള്ള വിഷ്വൽസ് ഒന്നൊന്നായി അവിടെ അങ്ങനെ തെളിഞ്ഞു വരികയാണ്. ആ ചിത്രത്തിൽ മാർക്ക് ആദ്യം കാണുന്നത് മാർക്കിന്റെ പിതാവ് ലോർഡ് ഫെല്ലറെയും അമ്മയും മാർക്കിനെയുമാണ്. വളരെ വളരെ പണ്ടേ ഉള്ള ഒരു ചിത്രം അവിടെ അങ്ങനെ തെളിഞ്ഞു വരികയാണ്. ക്രമേണ മാർക്കിന്റെ പിതാവ് ആ ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നു. മാർക്കും മാധവും മാത്രമുള്ള ചിത്രം ക്രമേണ മാധവ് അപ്രത്യക്ഷമാവുന്നു. മാർക്ക് മാത്രമാകുന്നു. മാർക്ക്
എവിടെയൊക്കെയോ അലഞ്ഞു തിരിയുന്നു. പഠനത്തിന് സഹായം കിട്ടുന്ന ഒരു സ്ഥലത്ത് മാർക്ക് എത്തുന്നു. ആ സ്ഥാപനത്തിന്റെ ഭാഗമായി പഠിക്കുന്നു, കോളേജിലെത്തുന്നു. അവിടുന്ന് പുറത്തിറങ്ങുന്ന മാർക്ക് ഷെഫിന്റെ ജോലി പിടിക്കുന്നു. ആ ഷെഫായിരിക്കുന്ന സമയത്ത് മാർക്കിന്റെ വിവാഹം നടക്കുന്നു. അതിനുശേഷം മാർക്ക് ആ വീട്ടിൽ ഏകദേശം ഒരു 3 കൊല്ലക്കാലം താമസിക്കുന്നു. മാർക്ക് അവിടെ നിന്ന് പുറത്താകുന്നു. പിന്നീട് എമിലി ബ്ലാക്കിനെ കണ്ടുമുട്ടുന്നു. അങ്ങനെ തുടങ്ങി ഇന്ന് വരെയുള്ള കഥകൾ. അങ്ങനെ ചലച്ചിത്രം പോലെ ആ വാതിലിനകത്ത് മാർക്കിനെ കാണാൻ പറ്റും. ഓരോ സ്ക്രീനിലും ഓരോ രംഗങ്ങളാണ്. ആ രംഗങ്ങൾ മാർക്ക് അങ്ങനെ കാണുമ്പോഴേക്കും മാർക്കും ആ വാതിലും തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയാണ്. ആ വാതിലിനകത്തേക്ക് കയറിയാൽ എന്താകും ഫലമെന്ന് മാർക്ക് ആലോചിക്കുമ്പോൾ ആ വാതിലിന്റെ അകത്തായി അങ്ങ് വിദൂരതയിൽ ഒരാള് നിൽക്കുന്നത് മാർക്കിന് കാണാം. മാർക്ക് നേരത്തെ കണ്ടിട്ടുള്ള അതേ കഥാപാത്രമാണ് അവിടെ നിൽക്കുന്നത്. ലോർഡ് ഓഫ് ടൈം, സമയത്തിന്റെ ആ ദേവൻ അവിടെ മാർക്കിനെ കാത്തു നിൽക്കുകയാണ്. മാർക്കിന്റെ സമയമായി, മാർക്കിനെ ഞാനിതാ പിൻവലിക്കാൻ പോവുകയാണ് എന്ന് പറയാതെ പറയുന്ന ഒരു മുഖഭാവം ലോർഡ് ഓഫ് ടൈമിന്റെ മുഖം വീക്ഷിക്കുന്ന ആർക്കും അറിയാം. ഏതൊരാളുടെയും കാലം അവസാനിക്കുമ്പോൾ ആ ആളെ ലോർഡ് ഓഫ് ടൈം അയാളുടെ സംവിധാനത്തിലേക്ക് വിളിച്ചു വരുത്തുകയും പുനർജനനം ആവശ്യമുള്ളവരെ അതിനനുസരിച്ചുള്ള ലോകങ്ങളിലേക്കും പുനർജനനം ആവശ്യമില്ലാത്ത ആളുകളെ അവിടെ ആ നോർത്ത് വെസ്റ്റ് യൂഡുവിലേക്കും അയക്കും. മാർക്ക് ഫെല്ലറെ നോർത്ത് വെസ്റ്റ് യൂഡുവിലേക്ക് അയക്കാനാണോ അതോ പുനർജനനം ലഭിക്കുന്ന മറ്റ് സ്ഥലങ്ങളിലേക്ക് അയക്കണോ? അത് തീരുമാനിക്കാൻ പോകുന്നത് ഈ ലോർഡ് ഓഫ് ടൈമാണ്. പുനർജനനം ചിലപ്പോൾ മാർക്കിന് ഡീമൺ റേസിലോ മറ്റേതെങ്കിലും ഏലിയൻ റേസിലോ ആകാം. അതുമല്ലെങ്കിൽ പഴയതുപോലെ ഹ്യൂമൻ റേസിലുമാകാം. എവിടെ വേണമെങ്കിലും പുനർജനനം ലഭിക്കാം. ചിലപ്പോൾ അതുമല്ലാതെ ഗോസ്റ്റ് വേൾഡിലേക്കും പോകാം. ഒരുപാട് നാള് ഗോസ്റ്റ് വേൾഡിൽ ഗോസ്റ്റായി കിടക്കേണ്ടി വരും. അതൊക്കെ മാർക്ക് കാണുന്ന ആ ലെഫ്റ്റ് സൈഡിലെ ചിത്രത്തിന് പകരമായി വലതുവശത്തും മാർക്ക് കാണുകയാണ്. ശരിക്കും ചലച്ചിത്രങ്ങളായി മാർക്കിന്റെ മനസ്സിലേക്ക് ആ ലോർഡ് ഓഫ് ടൈം ഓരോ കാര്യങ്ങളായി കാണിച്ചു കൊടുക്കുകയാണ്. മാർക്ക് ആ ഗേറ്റിന്റെ അടുത്ത് എത്താറായി. ഈ കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗത്തോടു കൂടി മാർക്കിന്റെ കഥ അവസാനിക്കും. ആ ഫൈനൽ എപ്പിസോഡിന് വേണ്ടി എല്ലാവരെയും വരുന്ന ബുധനാഴ്ച മാർക്കിന്റെ കഥയിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഈ കഥ ഇതുവരെ സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ആളുകൾക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താനും കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.